കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്. രാധാപവന. അത്രയും നല്ലൊരു സോങ്ങാണ് ശ്രീമതി രാധാറാണിയുടെ. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. വൃന്ദാവന പോവും ഈ പാട്ട്. നല്ല ലെങ്തി സോങ് ആണിത്. ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൃന്ദാവനം മുഴുവൻ ശ്രീമതി രാധാറാണിയാണെന്നാണ്. കാരണം നമ്മളെല്ലാവരും കൃഷ്ണനെയാണ് നോക്കുന്നത് അല്ലേ? പക്ഷേ കൃഷ്ണൻ ആരെയാണ് നോക്കുന്നത്? ശ്രീമതി രാധാറാണിയാണ്. അപ്പോൾ ശ്രീമതി രാധാറാണിയുടെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിട്ടരാം. മോഹൻ പ്രഭു ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടരാം. അപ്പോൾ ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കൃഷ്ണനിലേക്ക് അടുക്കാൻ പറ്റും. ശ്രീമതി രാധാറാണി തന്നെയാണ് ദുർഗാദേവിയും ചണ്ഡികാദേവിയും ശക്തിയായും ശാകംഭരിയായും ശതാക്ഷിയായും കാളിയായും എല്ലാം ശ്രീമതി രാധാറാണി തന്നെയാണ്. ഉറപ്പായിട്ടും രാജി മാതാജി. അപ്പം ആ രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് കൃഷ്ണനെ കിട്ടുന്നത്. ഓക്കെ, കൃഷ്ണനെ കിട്ടാനുള്ള ഒരു നല്ല വഴിയാണ് ശ്രീമതി രാധാറാണി. രാധാറാണിയെ മുറുകെ പിടിച്ചോ, കൃഷ്ണൻ കൂടെയുണ്ട്. കൃഷ്ണന് എല്ലാവരെയും നിയന്ത്രിക്കാം. പക്ഷേ രാധാറാണിയുടെ മുമ്പിൽ കൃഷ്ണൻ മുട്ടുമടക്കും. അതാണ് അനശ്വരമായ പ്രേമത്തിൻ്റെ, പ്രേമഭക്തിയുടെ ഏറ്റവും നല്ല മകുട ഉദാഹരണം എന്ന് പറയുന്നത്. ശ്രീമതി രാധാറാണിയുടെ മുമ്പിൽ കൃഷ്ണൻ എന്നും കീഴ്വഴങ്ങിക്കൊണ്ടാണ്. ഓക്കെ, അപ്പം ആ ശ്രീമതി രാധാറാണിയാണ് എവിടെ ഇരിക്കുന്നത്? വൃന്ദാവനത്തിൽ ബർസാനയിൽ ഇരിക്കുന്നത്. വൃഷഭാനുവിൻ്റെ മകളായിരിക്കുന്ന ശ്രീമതി രാധാറാണി അങ്ങനെ ബർസാനയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ബർസാനയിൽ ശ്രീമതി രാധാറാണിയെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരാണ് ലാഡ്ലി. ലാഡ്ലി എന്നാണ് വിളിക്കാറ്. ബർസാനെ വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീമതി രാധാറാണിയാണ്. രാധാറാണിയെ വിളിക്കുന്നത് ലാഡ്ലി എന്നാണ്. ലാഡ്ലി എന്നാണ് ശ്രീമതി രാധാറാണിയുടെ ചെല്ലപ്പേര്, ഓമനപ്പേര് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത് കഴിഞ്ഞിട്ടൊരു ദിവസം ഉണ്ടാവില്ല രാജി മാതാജി. എനിക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ കിച്ചൂട്ടനും ശ്രീമതി രാധാറാണിക്കും ഹാരമണിഞ്ഞിരിക്കുന്നത് ശാലിനി മാതാജിയാണ്. ശാലിനി രോഹിണി. ശാലിനി മാതാജിക്ക് എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും എല്ലാം കിച്ചൂടനും ശ്രീമതി രാധാറാണിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഹാരമണിഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്ക് വിശേഷാൽ പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. നമ്മുടെ മഞ്ജരീസിൻ്റെ കുറേ മെസ്സേജസ് ഉണ്ട്. ഞാനിങ്ങനെ ഓരോരോ മെസ്സേജസ് ആയിട്ട് നോക്കി വരികയാണ്. ഓരോന്നും ഇങ്ങനെ കുറേ കഥകളും വിഷമങ്ങളും പ്രയാസങ്ങളും സന്തോഷങ്ങളും ആകുലതകളും അങ്ങനെ പല പല കാര്യങ്ങളായതുകൊണ്ട് തന്നെ ലെങ്തി മെസ്സേജസ് ആണ്. ജയ് ഗുരുദേവ്. ഞാൻ എല്ലാം നോക്കി വരികയാണ്. അപ്പം അതിനനുസരിച്ച് കുറച്ച് സമയമെടുക്കും ചില സമയത്ത് മെസ്സേജുകൾക്ക് റിപ്ലൈ കിട്ടാൻ. അതിലൊന്നും വിചാരിക്കരുത്. മാക്സിമം എളുപ്പം തന്നെ നിങ്ങളുടെ മെസ്സേജസിനെല്ലാം ഞാൻ റിപ്ലൈ തരാം. പിന്നെ നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസ് ഗെറ്റ് ടുഗദർ January 13th to 14th ആണ്. ഇനിയും വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യുക. പിന്നെ നമ്മൾ അന്ന് അവിടെ ഗുരുവായൂരിൽ ഒരു അന്നദാനം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 120 rupees അന്നദാനത്തിന്. ദയവായി എന്ത് ചെയ്യാം, എത്രയും പെട്ടെന്ന് അന്നദാനത്തിന് ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ 9342494941 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അന്ന് നമ്മുടെ മഞ്ജരീസിലുള്ള ഒട്ടുമിക്ക മാതാജിമാരും പ്രഭുക്കന്മാരും ഉണ്ട്. സോ എല്ലാവരും കൂടെ ചേർന്ന് അന്ന് ഗുരുവായൂർ തിരുനടയിൽ നമുക്ക് പാവങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി ഗുരുവായൂർ അമ്പലത്തിൽ അന്നദാനം ഉണ്ട് എങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിന് പുറത്തുള്ളവർക്കെല്ലാം നമുക്ക് ഫുഡ് കൊടുക്കാം. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഗുരുവായൂരുള്ളവർക്ക് നമ്മൾ അന്നദാനം ചെയ്യണം, ഫുഡ് കൊടുക്കണം. അതൊരു സന്തോഷമാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഗുരുവായൂരപ്പനെ തൊഴാൻ സാധിക്കും. പിന്നെ സായിറാം. വേറെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ May 2 നമ്മൾ തിരുപ്പതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. തിരുപ്പതി ടിക്കറ്റ് ഫുള്ളായി. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ബുക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഈ ഒരു യാത്രയിലായിരിക്കില്ല, നെക്സ്റ്റ് ട്രിപ്പിലേക്കായിരിക്കും നിങ്ങളെ അലൗ ചെയ്യിക്കുന്നത്. പേര് തന്ന് വെക്കാം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മാക്സിമം ഷെയർ ചെയ്യുക. ചില ദിവസങ്ങളിൽ രാവിലെ ഞാൻ കുറച്ച് തിരക്കാവുന്നത് കാരണം എനിക്ക് മെസ്സേജസ് നോക്കാനുള്ളത് കൊണ്ടും എൻ്റെ പേഴ്സണൽ ജോലി ഉള്ളത് കൊണ്ടും രാവിലെ ചിലപ്പോൾ ഗീത ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരാറില്ല, ക്ഷമിക്കണം. എന്നാലും ഞാനത് ഗീത എങ്ങനെയെങ്കിലുമൊക്കെ കവറപ്പ് ചെയ്ത് പോവും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ട്. ഇന്ന് ആക്ച്വലി ഞാനൊരു 3 മണിക്ക് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ക്ലാസ് വെക്കണമെന്ന് വിചാരിച്ചു. ലൈവിൽ വരാൻ പറ്റുന്നവർ വരട്ടെ, അല്ലാത്തവർ പിന്നെ ക്ലാസ് കാണട്ടെ പേജിൽ കയറിയിട്ടാണ് വിചാരിച്ചത്. പക്ഷെ അപ്പോഴേക്കും ഞാൻ വേറെ 1-2 കാര്യങ്ങളിലേക്ക് പെട്ടുപോയി. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ
ജാനുവരി 1 നടക്കുന്ന മാരേജ്, അതിലേക്ക് അന്നദാനം നമ്മൾ വിചാരിച്ച അത്ര കോൺട്രിബ്യൂഷൻ ആയിട്ടില്ല. പക്ഷെ ആരൊക്കെ തന്നു എന്നുള്ളത് പേര് സഹിതം ഞാൻ ലൈവ് ഇട്ട് വായിക്കുന്നതായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് അന്നേ ദിവസം എത്താൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ അന്നദാനത്തിൻ്റെ പൈസ നമ്മുടെ ജീജ ചേച്ചിയെ തിരിച്ചേൽവി. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നോക്കിക്കോളൂ, ഞാൻ ഇത്ര പൈസ വന്നു എന്നുള്ളത് വിളിച്ച് പറഞ്ഞിട്ട് ചേച്ചി അവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോളൂ, ഞാൻ അവിടെ വരാം, വന്നിട്ട് ചേച്ചിക്ക് ഞാൻ പേയ്മെൻറ്റ് തരുന്നത് നമുക്ക് ലൈവ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈവ് ഇട്ട് ആരൊക്കെയാണോ കോൺട്രിബ്യൂട്ട് ചെയ്തത് അവരുടെ പേര് സഹിതം വായിച്ചിട്ട് കൃത്യമായ രൂപം നമ്മൾ ജീജ ചേച്ചിക്ക് ഏൽപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് ആരെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടെങ്കിൽ തരാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണ്, വേറെ ഒന്നും പറയാനില്ല, ഇത്രേ പറയാനുള്ളൂ. ലൈവ് ഷെയറിങ് വളരെ കുറവാണ്, അത് എനിക്ക് ഭയങ്കര കംപ്ലൈൻ്റ് ഉണ്ട്. എന്നാണ് ഗുരുവായൂർ പോകുന്നത്? അമ്മ കേട്ടില്ല പറഞ്ഞത്. ജാനുവരി 13 ഞാനിങ്ങനെ ജനുവരി 1 കല്യാണമാണ്, പക്ഷെ അന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴേക്കും മതി കലാമാതാജി വിചാരിച്ചിരുന്നപ്പോഴേക്കും ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യം എന്ന് പറയുമ്പം ജാനുവരി 1 ഒരു വർഷപ്പിറവി ആവുമ്പോഴേ നമ്മൾ കിച്ചൂട്ടനെയും രാധാറാണിക്കും ഹാരം, പിന്നെ അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായിട്ട് നമ്മളൊരു നിവേദ്യവും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കേണ്ട ഒരു ദിവസം യാത്രയിലാവുമ്പോൾ ശരി കല്യാണം എന്തായാലും നടക്കും, അപ്പോൾ പൈസ കൊടുത്താൽ മതി, അവർ നടത്തട്ടെ, ശരി പൈസ അവിടെ ചേച്ചി എടുക്കട്ടെ, ഞാൻ അത് കഴിഞ്ഞ് ഒരു 3-ാം തീയതിയോ 4-ാം തീയതിയോ ഒക്കെ ആയിട്ട് ചേച്ചിയുടെ അടുത്തേക്ക് പോകാം എന്ന്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഗെറ്റ് ടുഗദറിന് ചേച്ചിയെ ഇൻവൈറ്റ് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് അവിടെ വെച്ച് പൈസ കൈമാറാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. നോക്കട്ടെ, പറ്റിയാൽ ഞാൻ 13th ചേച്ചിയെ നമുക്കൊരു ചീഫ് ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് 13th അന്ന് ചേച്ചിക്ക് പൈസ ഹാൻഡ് ഓവർ ചെയ്യാം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുന്നു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അല്ലേ? കല്യാണത്തിന് നമുക്ക് 1-ാം തീയതിയോടുകൂടി പൈസ ക്ലോസ് ചെയ്തിട്ട് ചേച്ചി ഇത്ര പൈസയാണ് നമുക്ക് കളക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഫണ്ട് ചേച്ചി എടുക്കട്ടെ, എന്നിട്ട് 13th നമ്മുടെ പ്രോഗ്രാമിന് ചേച്ചിയെ വിളിച്ച് വരുത്തിയിട്ട് ചേച്ചിക്ക് നമുക്ക് അവിടെ വെച്ച് പൈസ കൈമാറാം എന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നു. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ യാത്രയും എനിക്ക് അത്രയും ഒരു യാത്രയും കുറഞ്ഞു കിട്ടും, അതുപോലെ കിച്ചൂട്ടൻ്റെ അന്നത്തെ ദിവസത്തെ നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു കാര്യം അതാണ് നല്ലത് എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? എന്തോ ഒരു 15-16 രൂപയെ നമുക്ക് കളക്ട് ആയിട്ടുള്ളൂ, എല്ലാവരുടെയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ പൈസ ചേച്ചിയോട് എടുക്കാൻ പറയാലോ, ചേച്ചി എടുത്തോളൂ, ഞാൻ പൈസ ചേച്ചിക്ക് നേരെ എന്താ പറയുക, ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം എന്നിങ്ങനെ വിചാരിക്കുന്നു. ചേച്ചി 13 ഷൂട്ടില്ലെങ്കിൽ ഒന്ന് വന്നാൽ നന്നായിരിക്കും. ഇനി അഥവാ ചേച്ചിക്ക് ഷൂട്ട് ഉണ്ടെങ്കിൽ തന്നെ ചേച്ചി എറണാകുളത്താണ് ഷൂട്ട്, അല്ലിയാമ്പലിൻ്റെ ലൊക്കേഷനിലാണ്, മില്ലേനിയം സൈജേൻ്റെ വർക്കിൽ കേരളത്തിൽ. അപ്പോൾ അവിടെ എനിക്ക് ആലുവയിലോ മറ്റോ ആണ് ചേച്ചിയുടെ ഷൂട്ട്. അപ്പം അങ്ങനെയാണ് ലൊക്കേഷനിൽ പോയിട്ട് കൊടുത്തിട്ട് ഒരു ലൈവ് ഇട്ടാലും മതിയല്ലോ. മാക്സിമം വരാൻ പറയാം ചേച്ചിയോട്, എങ്ങാനും വരാൻ പറ്റിയിട്ടില്ല എങ്കിൽ, അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് കിച്ചൂട്ടനെയും രാധാറാണീനെയും മിസ് ചെയ്യത്തില്ല. അതേപോലെ തന്നെ അന്ന് ആരാണ് 1-ാം തീയതി നമുക്ക് ഹാരം പറഞ്ഞിരിക്കുന്നത്? ഞാൻ അന്ന് അത് നോട്ട് ചെയ്തിട്ടില്ല, അതിപ്പോഴും ബ്ലാങ്കായി നിൽക്കുന്നു. അപ്പോൾ ആരാന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ആരോ ഒരാൾ അന്ന് ഹാരം പറഞ്ഞു, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് എൻ്റെ അടുത്ത് ആരാന്നുള്ളതൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്കത് അന്ന് ഹാരം അണിയാൻ പറ്റും. 1-ാം തീയതി നമുക്ക് മിസ്സാവേയില്ല, എനിക്ക് 1-ാം തീയതി ഇവിടുന്ന് കയറാമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നു. അതാണെന്ന് നോക്കട്ടെ, അതാണ് ഒരു ഐഡിയ എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കാം നമുക്കല്ലേ, ഭഗവാന്റെ തീരുമാനം. 1-ാം തീയതി തന്നെ ഭഗവാനെ വിട്ട് നിവേദ്യം കൊടുക്കാതെ പോണൊരു ശരിയല്ലല്ലോ. ബിന്ദുമ്മ അല്ലേ, കിച്ചുവിന് ഭയങ്കര വഴക്കാവും, ഇതൊരു വലിയ വഴക്കാളിയാണ്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുമ്പോൾ ചെറിയ പണിയൊന്നുമല്ല, ഭയങ്കര വഴക്കാളിയാണ്. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം? ഇപ്പോൾ ഇന്നലെയും മെനയാന്നും ഇന്നും ഒന്നും ഞാൻ അന്നദാനം കൊടുത്തിട്ടില്ല, മനഃപൂർവ്വം അല്ല, കുറച്ച് ജോലി തിരക്കൊണ്ടാണ്. നാളെ മുതൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് തിരക്ക് പിടിച്ച അന്നദാനങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാനിങ്ങനെ ജാനുവരി ഫെബ്രുവരിയിലേക്കൊക്കെ മാറ്റി എഴുതി വെച്ചിട്ടുണ്ട്. ഒരാളുടെയും വിട്ടു പോകില്ല, എല്ലാവരുടെയും കൃത്യമായി കൊടുത്തേക്കാം. പിന്നെ എനിത്തിങ് എൽസ്, എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻസ്, എന്തെങ്കിലും തമാശകൾ, കാര്യങ്ങൾ, കളികൾ, ചിരികൾ, അഭിപ്രായങ്ങൾ, എന്തെങ്കിലും നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇതാക്കാൻ പറ്റൂ. കാരണം തീർച്ചയായിട്ടും ദീപ മാതാജി പ്രാർത്ഥിക്കാം, മോൻ്റെ പേരുന്നാളും വാട്സപ്പ് ചെയ്യൂ, ഇപ്പം തന്നെ ഇട്ടോളൂ, ഞാൻ നോട്ട് ചെയ്തെടുക്കാം.
പിന്നെ ഇന്ന് കുറേ പേര് പ്രാർത്ഥിക്കാൻ തന്നു, അവർക്ക് വേണ്ടിയൊക്കെ ശരിക്കും പ്രാർത്ഥിച്ചു ഭഗവാനോട്. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ബിന്ദുമ്മ നമ്മുടെ പ്രാർത്ഥനാ ലിസ്റ്റ് എന്തേ? ഞാനിപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് വെച്ചപ്പോൾ ബിന്ദുമ്മ എടുത്തിട്ട് പോയി. 13 പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വിട്ടു തന്ന കാര്യമാണ്. എൻ്റെ കൈകളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്കുള്ള ഭക്ഷണം താമസം ഇതല്ല. ഭക്ഷണം താമസം അതൊക്കെ അവിടെ ഞാൻ റെഡിയാക്കും. നിങ്ങൾ തന്നെ പ്രോഗ്രാം എല്ലാം തീരുമാനിക്കുക. പാടണോ, ആടണോ, തമാശ പറയണോ, കളിക്കണോ? ഒരു A4 ഷീറ്റിലാണ് എഴുതി വെച്ചത്. ഇവിടെ ടേബിളിൽ ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അപ്പം അത് താങ്ക് യു ബിന്ദു മാതാജി. അത് നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം എന്ത് വേണം എന്നുള്ളത്, എന്താണ് വേണ്ടത്, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ തന്നെ. ഇന്നത്തെ പ്രത്യേക മറുപടി ഇല്ല. പ്രകാശ് പ്രഭു വരും. അതാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പം പറഞ്ഞത്. 1000ഓളം മെസ്സേജുകളാണ് കിടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ ജോലിയും എൻ്റെ പുറത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിട്ടുന്ന ചെറിയ സമയങ്ങളാണ് മെസ്സേജ് നോക്കുന്നത്. അപ്പോൾ ഓരോരോ മെസ്സേജ് നോക്കി വരുമ്പോൾ അതിന് മറുപടി തരും കേട്ടോ. ഓക്കെ നോക്കാം ബിന്ദു മാതാജി. ഇനിയിപ്പോൾ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഒരു 10:30 ഒക്കെ ആവില്ലേ? അത് കഴിയുമ്പോൾ നമുക്കും കുറച്ച് റെസ്റ്റ് എടുക്കണമല്ലോ, ഇല്ലെങ്കിൽ നമുക്കും വയ്യാണ്ടാവില്ലേ? ചേച്ചിയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ചേച്ചി വിളിക്കുന്നുണ്ട്, എങ്ങനെയാണ് സമാധാനിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കല്യാണത്തിന് എത്തിയിട്ടില്ല എങ്കിൽ ഇനി അതൊരു അടിയാവും, ഭയങ്കര അടിയാവും. ഇപ്പോൾ തുടങ്ങും. എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കിപ്പോൾ ചീത്ത കേൾക്കും. ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ച് സമാധാനപ്പെടുത്താം. എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമായിരിക്കും. ബിന്ദമ്മ ഒരു 10:30 മണിയാകുമ്പോഴത്തേക്ക് ചേച്ചിയോട് ഞാൻ വിളിക്കാമെന്ന് പറയും, ക്ലാസ്സിലാന്ന് പറ. അപ്പം ഇന്ന് നമുക്ക് പ്രാർത്ഥനയ്ക്ക് തന്നിരിക്കുന്നത് കൃഷ്ണകുമാർ ഉത്രട്ടാതി പുനലൂർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജോലിയുടെ തടസ്സം പറഞ്ഞാണ് എന്നെ വിളിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പിന്നെ ശ്രീവിദ്യ ചോതി കോഴിക്കോട് നിന്നാണ്. മാതാജിക്ക് എന്തോ അസുഖമുണ്ട്. അപ്പം മാതാജിയും ശ്രീകണ്ഠൻ പ്രഭു മാതാജിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു. പിന്നെ ജാനകി അമ്മ അശ്വതി അസുഖമാണ് വടക്കാഞ്ചേരിയിൽ. ജാനകി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്വാതി പൂയം പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ്, പഠനത്തിന് വേണ്ടിയിട്ടാണ് സ്വാതി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അഞ്ജൻ ഭരണി റാന്നിയിൽ നിന്നാണ് വിളിച്ചത്. 23 വയസ്സുണ്ട്. ആ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞും എന്തോ ഒരു വയ്യാത്ത ഒരു അസുഖമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബേബി ഉത്രം നക്ഷത്രം, കണ്ണിൻ്റെ അസുഖം മാറാനാണ് ബേബി അമ്മ പറഞ്ഞത്. പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ ജയരാമൻ KM തിരുവാതിര, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അദ്ദേഹം ഒരു വലിയൊരു അബദ്ധം പോയി ചെയ്തു. അദ്ദേഹം ഒരു പാവം ഒരു റിട്ടയർ ആയിട്ടുള്ള ഒരു സീനിയർ ഗവൺമെൻറ് എംപ്ലോയി ആണ്. ചീത്തേട്ടോ ഓക്കെ ചേച്ചിയോട് ഞാൻ ചീത്തേട്ടോ ബിന്ദമ്മ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ലൈവ് കണ്ടു കാണും ഞാൻ വരില്ല എന്നുള്ളത്. അതാണ് ഇപ്പോൾ ആ കറക്റ്റ്. നീ വരില്ലേ, നീ എന്താ ചെയ്യണേ അവിടെ, നിനക്ക് എന്താണ്, ഞാൻ എത്ര ദിവസം കൊണ്ട് പറഞ്ഞു, നീ പറ്റില്ല, വന്നേ പറ്റൂ എന്നുകൊണ്ട് ബഹളം വയ്ക്കും. നോക്കാം നമുക്ക്. അപ്പം നമ്മുടെ ജയരാമൻ പ്രഭുവിൻ്റെ അടുത്ത് ആരോ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് തരണം, നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും തരണം, ഞങ്ങൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പാവം ആ മനുഷ്യൻ അതെല്ലാം കൊടുത്തു. 2.5 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് കളവ് മോഷണം പോയി. അതിൻ്റെ പേരിൽ അദ്ദേഹം വളരെയധികം വിഷമിക്കുന്നു. കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യവും പറഞ്ഞാണ് ജയരാമൻ പ്രഭു കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത്. ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യായുസിൽ പാവം അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് കിട്ടിയ പെൻഷനൊക്കെ കിട്ടിയ പൈസയാണ്. കിച്ചൂട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് ആ കാശ് കിട്ടട്ടെ. അങ്ങനെ ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. പിന്നെ സ്ഥിരം പ്രാർത്ഥനക്കാർ വേറെയുണ്ട്, അവർക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഹരേ കൃഷ്ണ. എത്രയും പെട്ടെന്ന് ആ സീനിയർ സിറ്റിസനായിരിക്കുന്ന അദ്ദേഹത്തിന് ആ പണം തിരിച്ച് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ട് കിട്ടട്ടെ. ഓക്കെ. ഇല്ല, അത് കളവ് ചെയ്യപ്പെട്ടതാണ്. ആരോ ഈ നോർത്ത് ഇന്ത്യൻസ് ആരോ വിളിച്ച് അവർ മോഷ്ടിച്ചതാണ്. അപ്പം മറ്റെന്തെങ്കിലും അപ്പം നിങ്ങൾ വിചാരിക്കരുത് അമ്പിളി മാതാജിയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അമ്പിളി മാതാജി പ്രാർത്ഥിച്ചില്ലല്ലോ എന്നൊന്നും ചിന്തിക്കരുത്. കൃത്യമായി പേരും നാളും എഴുതി വെച്ച് തന്നെ കിച്ചൂട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഓക്കെ. ഇനി മറ്റെന്തെങ്കിലും സുജാത മാതാജിയുടെയും ദിവ്യ ചേച്ചിയുടെയും കുച്ചിപ്പുടി ഉണ്ടാവും. വിഷ്ണുവിൻ്റെ കൊമ്പും കുഴലും വിളിയുണ്ടാവും. പിന്നെ സുധിപ്രഭുവിൻ്റെ ഓട്ടംതുള്ളൽ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ഞാൻ അറിഞ്ഞ പ്രോഗ്രാമല്ല. ഇതെല്ലാം ഇവർ തന്നെ
അമ്മൂസിൻ്റെ വക എന്താവും ഗുരുവായൂരിൽ വെച്ചെന്ന്? സ്വസ്ഥമായ ഉറക്കം, ആശ്വാസമായിട്ട് കിടന്നുറങ്ങും. എല്ലാവരെയും കണ്ട് ഹരേ കൃഷ്ണ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞ് പോയി കിടന്നുറങ്ങും. അതാണല്ലോ എനിക്കിവിടെ ഇല്ലാത്തത്. എനിക്കില്ലാത്തത് എന്തോ അതല്ലേ നിങ്ങൾ എനിക്ക് തരേണ്ടത്. സോ ഉറങ്ങും. പിന്നെ മറ്റെന്തെങ്കിലും? അവിടെ മേളിൽ സ്വിമ്മിങ് പൂളുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് നോക്കും ആരാണ് ഇവിടെ കുരുത്തക്കേട് കാണിക്കുന്നതെന്ന്. അവരെ അങ്ങോട്ട് പൊക്കുക, എടുത്ത് ഇടുക വെള്ളത്തിലേക്ക്. അവിടെ കിടക്കട്ടെ, പിന്നെ പൊക്കി എടുക്കരുത് നമ്മൾ. അതിന് ഞങ്ങൾ സമ്മതിക്കില്ല, പറ്റൂല. ആഹാ, അപ്പം അന്നും എന്നെ ഉറങ്ങാൻ വിടില്ല അല്ലേ? അതല്ല വിജയലക്ഷ്മി മാതാജി, ഇവരാകുമ്പോൾ പിന്നെ ഇങ്ങനെ ഇതാവുമല്ലോ. അവരവിടെ കളിച്ചിടാം. അക്കോമഡേഷൻ എങ്ങനെയാണ് ഫ്രീ ആക്കുക? നമ്മുടെ ഹോട്ടലിലല്ലോ. നമുക്ക് ആർമാദിക്കാൻ പരമാവധി അതിൻ്റെ റെപ്യൂട്ടഡ് പേഴ്സൺ തരുന്നുണ്ട് അല്ലേ? ആർമാദിച്ചോ എന്ന് പറഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് വെറുതെയും കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് നമ്മളെ കേട്ടില്ല. ഏയ്, അങ്ങനെ ഉറങ്ങാൻ നിങ്ങൾ വിടും എന്നെ? ചാൻസേ ഇല്ല. എത്ര പേരായി എന്നുള്ളത് എനിക്ക് അറിയില്ല. ദിവ്യയ്ക്ക് മാത്രമേ അറിയൂ. ദിവ്യയുടെ കയ്യിലാണ് ആ കണക്കുള്ളത്. പിന്നെ വിഷ്ണു മദ്ദളം കൊണ്ടുവരുന്നു പറഞ്ഞത്. എൻ്റെ പൊന്ന് വിഷ്ണു, നിനക്ക് വേറെ ഒരു ജോലിയില്ലേ വിഷ്ണു? വിട്ടില്ലാന്ന്. കണ്ട ദേ വരട്ടെ ഓരോരുത്തരുടെ റിപ്ലൈ വരട്ടെ. പ്രസന്ന മാതാജി എന്താണ്? നല്ല സ്റ്റിക്കർ കേട്ടോ, എലിയുടെ സ്റ്റിക്കറൊക്കെ ഇട്ടിരിക്കുന്നു. ഉറങ്ങുന്നവരെയാണ് വെള്ളത്തിലിടുന്നത് കണ്ടോ? ഓഹോ, അത് ശരി. അപ്പം ഞാൻ ഉറങ്ങില്ല, ഞാൻ ഇങ്ങനെ ഇരിക്കും. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും, ഉറങ്ങില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഈ ഒരു അമ്പിളി മാതാജിയുടെ 2 കീർത്തനം. രഞ്ജിത്ത് പ്രഭു ഇപ്പം ദുബായിലല്ലേ? ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? നാട്ടിലേക്ക് വരുമല്ലോ. ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഉറങ്ങിയിട്ട് വിഷ്ണുവിൻ്റെ ചെണ്ടമേളം. വിഷ്ണു ഇങ്ങനെയല്ല, ആ വരാന്തയിലൂടെ നടക്കും. എല്ലാ മാതാജിമാരും ഉറങ്ങിയോ, എല്ലാ മാതാജിമാരും എഴുന്നേൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ മഞ്ജരീസിൻ്റെ നമ്പറിലാണോ മെസ്സേജ്? അതെ മാതാജി, ഇട്ടോളൂ. അന്ന് ലൈവ് നോക്കട്ടെ, സാധിച്ചാൽ ലൈവ് ഇടാം. ഇവരുടെ ആർമാദിക്കലല്ലേ മാതാജി. അപ്പം ജാനുവരി 1 നോക്കാം. സിന്ധു മാതാജി, ഇതേ അടുത്ത ആൾ. സിന്ധു മാതാജി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. വരൂലേയും ചോദിച്ചിട്ട് ജി ചേച്ചിയുടെ വലങ്കൈ അടുത്ത ആൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും തമാശകൾ? നിങ്ങളുടെ ഈ ഒരു തമാശയും നിങ്ങളുടെ ഈ ഒരു മെസ്സേജസൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ലൈവ് നോക്കാം വിഷ്ണു, മാക്സിമം നോക്കാം കേട്ടോ. സുഖമായിരിക്കുന്നു. ഒരുപാട് സുഖം. നാരായണൻ കുട്ടി പ്രഭു, ഹരേ കൃഷ്ണ. സാരല്ലേ ലില്ലി മാതാജി, വേണ്ടി വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് വരും. നിങ്ങൾ പ്ലാൻ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന സമയമാണത്. 13th 14th നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ വന്നിരിക്കും. പോരെ? ഒരു കോൾസ് ഇല്ല, ഒന്നും എടുക്കില്ല, ഒന്നുമില്ലാതെ ഞാൻ അവിടെ നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന ദിവസമാണ്. അതെ, വിഷ്ണുവിൻ്റെ ഇടയ്ക്കോട്ടൽ. താങ്ക് യു നാരായണൻ പ്രഭു, താങ്ക് യു. ഞാൻ ഇവരുടെ ഈ ഒരു കളിയും ചിരിയും ഇവരുടെ മെസ്സേജസൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എപ്പോഴും പിടിച്ചിരുത്തി ഇങ്ങനെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച് വിടുമ്പോൾ അതൊരു രസമില്ലല്ലോ. അപ്പം ഇവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ദിവസമാണ് അന്നത്തേത്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ല, അല്ലെങ്കിൽ അയ്യോ കണ്ടിട്ടില്ല, അങ്ങനത്തെ ഒറ്റ കാര്യവും വേണ്ട. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ ഞാനുണ്ട് അവിടെ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോ, എല്ലാവരും കിടന്നിട്ട് കളിയും ചിരിയും ആർമാദിക്കലും. 14-ാം തീയതി പോകുമ്പോൾ ഒരു മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പോകരുത്. മാതാജി ഇനി എന്നാണ് എന്നൊന്നും ചോദിക്കരുത്. 15th എന്ന് പറയുന്ന ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യരുത്. കാരണം എനിക്ക് 14th ഈവനിങ് അവിടുന്ന് തിരിച്ച് ട്രെയിനാണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ കൂടെ കൂടാം എന്നല്ല, എല്ലാവരും കൂടുക. എല്ലാവരും എല്ലാം മറന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും മറന്നു വെച്ചിട്ട് എല്ലാം വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ വരിക, ആർമാദിക്കുക. അത്രയും ഞാൻ പറയും. തീർച്ചയായിട്ടും രമ്യ സുരേഷ് മാതാജി, അതെ, നിങ്ങളുടെ സന്തോഷത്തിനാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വരുന്നത്. പിന്നെ എന്താ ആനി മാതാജിക്ക് വന്നാൽ വരൂ. നിങ്ങൾ വരൂ. എനിക്ക് നിങ്ങളെല്ലാവരെയും കാണണം, നിങ്ങളെല്ലാവരെയും കേൾക്കണം. നിങ്ങളെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കണം. നമ്മുടെ കിച്ചൂട്ടനും രാധാറാണിയും വരുന്നുണ്ട്. ഞാൻ അവരെയും കൊണ്ടാണ് വരുന്നത്. എല്ലാവരും വരുന്നവരെല്ലാവരും മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും. അയ്യോ, എൻ്റെ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ പാവം, എനിക്ക് ആകെ അറിയുന്നത് എന്താ പറയുക, ക്ലാസിക്കൽ മാത്രമാണ്. പിന്നെ വെസ്റ്റേൺ ഇപ്പോൾ പഠിച്ചു വരുന്നു. അത്രയേ ഉള്ളൂ. അതൊക്കെ നമുക്ക് അവിടെ വെച്ച് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല കേട്ടോ.
ഉണ്ണികൃഷ്ണൻ പ്രഭു എന്തായാലും വരണം. ബിന്ദു മാതാജി മാക്സിമം ലൈവ് ഇടാൻ ശ്രമിക്കാം. കാരണം 13th ഇവരെല്ലാവരും 13th ഈവനിങ് എത്തും. 13th ഈവനിങ് എത്തിയിട്ട് 14th മോർണിംഗ് ആണ് നമ്മളുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിൽ പോയി പിന്നെ അന്ന് 14th കൂടി എല്ലാവരും കഴിഞ്ഞു. 14th മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റോടു കൂടി തന്നെ എല്ലാം വൈൻഡപ്പ് ആവും. അപ്പം അന്ന് എല്ലാവരും പിരിയുന്ന ദിവസം അന്ന് ലൈവ് ഇട്ടുക. ഇവരൊക്കെ ഊന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് പോകുന്നത് ഞാൻ കാണിച്ചുതരാം. അന്ന് ലൈവ് ഇട്ട് കാണിച്ചുതരാം. ഇവരൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും അറ്റാച്ച്ഡ് ആവും. അത് എപ്പോഴും ബിന്ദുമ്മയുടെ ഡാൻസ് ഉണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട് 13-ാം തീയതി. അയ്യോ എന്നെ വിട്ടേക്കൂ, ഇങ്ങോട്ട് വാ. അത് വിടരുത്, നമ്മൾ അത് വിടാൻ പാടില്ല. ഇവിടെ കിടന്ന് ഭയങ്കര ലുങ്കി ഡാൻസിന്റെ ആളാണ് ദേണ്ടിരിക്കണേ. അമ്മോ എൻ്റെ മേലോട്ട് വീഴല്ല എൻ്റെ അമ്മോ. ഇവിടെ ലുങ്കി ഡാൻസ് ആണ്. പല്ലൊക്കെ ഉടച്ച് വെച്ചിട്ടുണ്ട്. പല്ല് എവിടെയെന്ന് വെച്ചപ്പോൾ എന്നോട് പറയാം അത് ആദ്യമേ പോയതാന്ന്. എവിടെ ആർക്കറി ഇത് എങ്ങനെ പോയിന്ന് പോലും അറിയില്ല. ഡെന്റിസ്റ്റിൻ്റെ അടുത്തുകൊണ്ടപ്പോൾ ഡെന്റിസ്റ്റ് പറയണേ അവരുടെ എല്ലാ പല്ലും കംപ്ലൈൻ്റ് ആണെന്ന്. മൊത്തത്തിൽ ഞാനിനിയിപ്പോൾ സെറ്റ് വെച്ച് കൊടുക്കേണ്ട അവസ്ഥയാണ്. വായിക്കകത്ത് ഇവിടെയൊക്കെ പല്ല് കംപ്ലൈൻ്റ് ആണ്. നൈറ്റ് ഫംഗ്ഷൻ ഒന്നുമില്ല, രാവിലെ തൊട്ട് രാത്രി വരെ ഇവർ ഉറങ്ങില്ല. നെക്സ്റ്റ് ഡേ വരെ ഇവർക്ക് ഫംഗ്ഷൻ ആയിരിക്കും. അന്നത്തെ ദിവസം ഹോട്ടലുകാർ നമ്മളെ പറഞ്ഞു വിടാഞ്ഞാൽ മതി. ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ടുണ്ട് സാറിൻ്റെ അടുത്ത് നിന്ന്. സാർ അന്നത്തെ ഒരു ദിവസം സാർ കണ്ണടച്ചേ പറ്റൂ സാർ, എന്നെ വിളിക്കരുത്, കംപ്ലൈൻറ്റ് പറയരുത്. ഇവരെല്ലാം ആർമാദിക്കാൻ വരുമോ സാർ? ഇവർ ആ ദിവസം നല്ല കുട്ടികളെ അല്ല, മഞ്ജരീസിലെ നല്ല കുട്ടികളായിരിക്കുന്നവർക്ക്. അമ്മേ ഉണ്ണികൃഷ്ണൻ പ്രഭു പറയാ ബിന്ദുമ്മയ്ക്ക് കുറച്ച് പപ്പടം മേടിച്ചു തരണമെന്ന്. ഇവിടെ ഇന്ന് ചിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പപ്പടം മാറ്റിയിട്ട് എന്താ വത്തലില്ലേ, അത് ആ കവറെടുത്തേ. ഞാൻ വൈകിട്ട് വാങ്ങിച്ചെന്ന ബേക്കറി കവർ എന്ത് ചെയ്യേ? ഇങ്ങെടുത്തോണ്ടാ. എവിടെ കാണിച്ചു തരാം. വൈകുന്നേരം ഇപ്പോൾ രാത്രി കഴിക്കാൻ വേണ്ടി ബേക്കറി കവർ കൊണ്ടു. എന്ത് ചെയ്യേ കളഞ്ഞാ? എവിടെ പോയി? ഇവിടെ ഞാൻ ഇപ്പോൾ ബിന്ദുമ്മയുടെ കൈ തന്നില്ലായിരുന്നു വൈകുന്നേരം. ഇതാ കണ്ടോ, വൈകുന്നേരം തിന്നാൻ എന്നോട് കടയിൽ പോയപ്പോൾ എന്നോട് പറയണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു കൊടുത്താണ്. കണ്ടേ, ഇതൊക്കെ ഈ വക ഓയിലി ഫുഡ്സ് ഒന്നും ഞാൻ കഴിക്കില്ല. ഇതാ കഴിച്ചോ. ഇന്നലെയും ഏതാണ്ട് മിക്സ്ചർ അത് ഇത് എപ്പോൾ ഞാൻ പുറത്ത് പോകുമ്പോഴേ എന്നോട് അമ്പളിക്കൂട്ടാ എന്തെങ്കിലും കുറയ്ക്കാൻ മേടിച്ചിട്ട് വരൂ. ഇത് ഡെയിലി ഇതാ കാര്യം. ഞാൻ മേടിച്ചു കൊടുക്കും, അത് തിന്നിട്ട് രാത്രിയാ പുള്ളിക്കാരിയുടെ പരിപാടി. അതും ഒരു ചായയും വെച്ചുകൊണ്ട് തകർത്ത തീറ്റയാണ്. അതിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ചോ. മറ്റേ എന്താ അതിൻ്റെ പേര്, ആ റെഡ് കളർ എന്തോന്നാ അത്, കോളിഫ്ലവറാ? എടുത്ത് കഴിച്ചോ, എല്ലാം എടുത്ത് കഴിച്ചു. അപ്പം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. അപ്പം എല്ലാവരും വരിക. 13-ാം തീയതി രാവിലെ തന്നെ എല്ലാവരും എത്തുക. ഓക്കെ, ഞാൻ അവിടെ ഉണ്ടാവും. അപ്പം നമ്മുടെ മഹാഭാരതം തുടങ്ങിയാലോ? മഹാഭാരതം തുടങ്ങാം. ബിന്ദുമ്മയ്ക്ക് പ്രഷറില്ല. ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു. പ്രഷർ ഷുഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വരാതെ നോക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ വെരിക്കോസ് വെയിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രഭു ബിന്ദുമ്മയുടെ വെരിക്കോസ് വെയിൻ്റെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ഇനിയിപ്പം അപ്പോളോയിലൊരു നല്ല ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു. ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചപ്പം അവരുടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ എന്താ പറയുക, വെരിക്കോസ് വെയിൻ്റെ അവിടെ കൊണ്ട് കാണിക്കണം. ഇല്ല, ഇപ്പം വേസ്റ്റ് ഇടാൻ പോകാറില്ല. എൻ്റെ അമ്മേ എനിക്ക് വയ്യ പടവെട്ടാൻ, വേസ്റ്റ് ഇടാൻ പോകാറില്ല. അങ്ങനെ പിന്നെ മറ്റെന്തെങ്കിലും വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫാൻ ബിന്ദുമ്മ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. ഗുരുവായൂർ മഞ്ജരീസിലൂടെ നമ്മൾ രാത്രി 8:30 മുതൽ, ഇന്നിപ്പോൾ 9 മണിയായി, ക്ഷമിക്കണം, 8:30 മുതൽ നമ്മൾ 10:30 വരേക്കും മഹാഭാരതമാണ് കേൾക്കുന്നത്. അതിൽ നമ്മുടെ യൂട്യൂബ് ചാനലും പോകുന്നുണ്ട്. ഗുരുവായൂർ മഞ്ജരീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഹിന്ദുയിസം എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിലും നമ്മുടെ അപ്ഡേഷൻസ് കിട്ടും. മഞ്ജരീസിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് ഡിലേ ആയിട്ടാണ് അപ്ഡേഷൻസ് വരുന്നതെങ്കിൽ നിങ്ങൾ ഹിന്ദുയിസം എന്ന് പറയുന്ന ചാനലിലേക്ക് നോക്കുക. അവിടെയും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പ്രവീൺ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മഞ്ജരീസിൻ്റെ പേജ്, ഗുരുവായൂർ മഞ്ജരീസിൻ്റെ പേജ് നേരെ ഫേസ്ബുക്കിലൂടെ എടുത്തിട്ട് എല്ലാവരും ഫോളോ ബട്ടൺ പ്രസ് ചെയ്യണം.
ഫോളോ എന്ന് പറയുന്ന നമ്മുടെ പേജിൻ്റെ താഴെ FOLLOW എന്ന് പറയുന്ന ഫോളോ ബട്ടൺ കാണാം. അത് നിർബന്ധമായും എല്ലാവരും പ്രസ് ചെയ്തിരിക്കണം. ഗുരുവായൂർ മഞ്ജരീസിലൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർ 9342494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. പിന്നെ മഞ്ജരീസിൻ്റെ ഗ്രൂപ്പ്സ് എല്ലാം തന്നെ ഞാൻ അഡ്മിൻ ഓൺലി ആക്കി വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാവരും കൂടെ ചേർന്ന് അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ ഹാങ് ആവും. അതുകൊണ്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മെസ്സേജസ് മാത്രമേ ഗ്രൂപ്പിൽ ഇടാറുള്ളൂ. പിന്നെ നമ്മുടെ ഏകാദശിയുടെ പാരണ സമയം അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ ഇടാറുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ എന്താ പറയുക ക്ലാസ്സിൻ്റെ ലിങ്ക് കൃത്യമായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ അഡ്മിൻസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും ഐശ്വര്യത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുക. ഞായറാഴ്ചകൾ തോറും കുട്ടികൾക്ക് വേണ്ടി ഗുരുകുലം ക്ലാസ് സൂമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 ആഴ്ച കുറച്ച് തിരക്കുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഈ ആഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും 9342494941 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇടുക. 9342494941. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അന്ന് നിങ്ങൾ അടക്കമുണ്ടോ ഒതുക്കമുണ്ടോ ഇതൊന്നും ഞാൻ നോക്കില്ല, എന്താ ചായിക്കോളൂ. ഇനി സാർ എൻ്റെ അടുത്തൊരു കംപ്ലൈൻറ്റ് ലിസ്റ്റുമായിട്ട് വരും. അമ്പിളി മാതാജി നിങ്ങളുടെ മഞ്ജരീസിലെ ആൾക്കാർ കൊള്ളാല എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പക്ക തൃശ്ശൂർ ഭാഷയിൽ. അപ്പം ഞാൻ പറയും, പൊന്ന് സാറേ ആളെ വിടപ്പ സ്വാമി, ഇതൊന്നും എനിക്കറിയാത്ത കാര്യമാണ്, ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയും. ഓക്കെ, പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ 13-ാം തീയതി നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ നമ്മൾക്ക് മാക്സിമം ഫ്രീഡം, മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹോട്ടലാണ്. സോ എല്ലാവരും വെൽ ക്ലീനായിട്ട് ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ വീട് പോലെ തന്നെ എല്ലാവരും ബെഡിലൊന്നും ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊന്നും വെച്ച്, ബെഡെല്ലാം വൈറ്റ് ഷീറ്റാണ്, അതൊന്നും ചീത്തയായി പോകരുത്. അവിടുത്തെ ഫേർണിച്ചേഴ്സ്, സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ അവരുടെ ക്രോക്കറി ഐറ്റംസ്, ദെൻ ബാത്റൂംസ്, ഇതെല്ലാം വളരെയധികം നമ്മളുടെ സ്വന്തം പോലെ സൂക്ഷിക്കുക. നമ്മുടെ ആ റൂംസിലെല്ലാം നമ്മളുടെ മുടി കാര്യങ്ങൾ ഇതൊന്നും അധികം വീഴാതെ ശ്രദ്ധിക്കണം. ഇതൊക്കെ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. നിങ്ങളെല്ലാവരും ചെയ്യുന്ന എനിക്കറിയാം, പൊതുവേ എല്ലാവരും ചെയ്യും, എക്സ്പെഷ്യലി എൻ്റെ മഞ്ജരീസ് കുടുംബങ്ങൾ. എന്നാലും നമ്മൾ അതൊക്കെ വൃത്തിയായിട്ട് തന്നെ ചെയ്യാം. ടവൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് കുളിക്കാനുള്ളത് അവിടെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ഇൻഡിവിജ്വലി കരുതണമെങ്കിൽ നിങ്ങൾക്ക് കരുതാം. എന്നാൽ കൂടിയും എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ടവൽസ് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് വെക്കുക. കാരണം ഒരു ദിവസം മുഴുവൻ നമ്മൾ അവിടെ താമസിക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും ആ ടൈമിൽ പീരീഡ്സ് ആവോ മറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ സാനിറ്ററി പാഡ്സ് ഒന്നും ഒരു കാരണവശാലും ടോയ്ലറ്റിൽ ഇട്ട് പോകരുത്, അത് തെറ്റാണ്. എല്ലാവരും നിങ്ങൾ അങ്ങനെ പീരീഡ്സ് ആവേണ്ട ഡേറ്റ് കഴിഞ്ഞ് നിൽക്കുന്നവരോ ഡേറ്റോട് കൂടി വരുന്നവരോ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് വരണ്ട, നിങ്ങൾക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാം. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് കരുതുക. അങ്ങനെ ഡേറ്റ് മാറി വരുന്നവരുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ്, ദെൻ ഒരു പ്ലാസ്റ്റിക് കവർ കരുതുക. എന്നിട്ട് അത് നേരെ ഒന്ന് റാപ്പ് ചെയ്തിട്ട് അവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ ഇടുക. ഒരു കാരണവശാലും ടോയ്ലറ്റിൽ ഇടരുത്. വളരെയധികം ഇതൊക്കെ സൂക്ഷിക്കുക. നമ്മൾ ചെല്ലുന്ന ഇടം നമ്മളുടേതായിരിക്കുന്ന വൃത്തിയോടുകൂടി നമ്മൾ സൂക്ഷിക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് മഹാഭാരതത്തിൻ്റെത്. ബാക്കി നമ്മുടെ യാത്രയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡേറ്റിനോടനുബന്ധിച്ച് അടുത്ത് തന്നെ തരാം. ക്ലിയർ? അങ്ങനെ നമ്മുടെ കർണൻ്റെയും യുധിഷ്ഠിരൻ്റെയും ദുര്യോധനാദികളുടെയൊക്കെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു സ്പെഷ്യൽ തമാശ പറയാനുള്ളത്, ആളിന്ന് എത്തിയിട്ടില്ല, നമ്മുടെ ഷെറിൻ ഇപ്പം വരും. ഷെറിൻ ഇന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താണെന്നറിയോ? അയ്യോ അമ്മു, ഒരു പ്രശ്നമുണ്ട് അമ്മു. ഞാൻ ചോദിച്ചു എന്താണ്? അയ്യോ അമ്മു ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ തെറ്റാണ്. ഞാൻ ചോദിച്ചു എന്ത് ക്യാപ്ഷൻ ഇട്ടു? ഇന്നലത്തെ ക്ലാസ്സിന് അമ്മു ഇട്ടിരിക്കുന്നത് അർജുനൻ യുധിഷ്ഠിരനെ കൊല്ലുന്നു എന്നാണ് ഇട്ടിരിക്കുന്നത്. അത് തെറ്റല്ലേ അമ്മു? വേഗം മാറ്റൂ, ആൾക്കാർ കണ്ടാൽ മോശമല്ലേ അമ്മു, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെറിൻ ആകെ ടെൻഷനായി എന്നെ വിളിച്ചു. എനിക്കപ്പോൾ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് എനിക്ക് മെസ്സേജ് കിട്ടും. ഞാൻ പറഞ്ഞു ഇന്ന് ഷെറിൻ്റെ വധമാണ്, ഷെറിൻ ലൈവിൽ നിന്ന്. അയ്യോ എന്താ അമ്മു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാൻ ഇട്ടിരിക്കുന്നത് എന്തിനാന്ന് ഓർത്ത് കഴിഞ്ഞാൽ യുധിഷ്ഠിരൻ ചേട്ടനല്ലേ, അർജുനൻ്റെ ചേട്ടനല്ലേ ഷെറിൻ പറയണം. അപ്പം ഞാൻ പറഞ്ഞു സമ്മതിച്ചു, ചേട്ടൻ തന്നെ. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇത് കാണുന്നവർ ആദ്യം വിചാരിക്കില്ല എന്താണെന്നറിയോ, അയ്യോ മഞ്ജരീസിന് തെറ്റിപ്പോയി, യുധിഷ്ഠിരനെ എങ്ങനെയാണ് അർജുനൻ കൊല്ലുന്നത്, മഞ്ജരീസ് ഇട്ടിരിക്കുന്നത് തെറ്റാണ്, അല്ലെ അങ്ങനെ ഒരു കഥ ഉണ്ടോ, ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് നേരെ എന്ത് ചെയ്യുക, ആൾക്കാർ ആ ലൈവ് എടുത്ത് കാണുക അല്ലേ. അപ്പോൾ ആ ലൈവിന് എന്തായാലും റീച്ച് കിട്ടും. പക്ഷെ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഗാണ്ഡീവം കയ്യിൽ വെക്കണ്ട
എന്ന് പറയുന്നുണ്ട് യുധിഷ്ഠിരൻ ഇന്നലത്തെ കഥയിൽ അല്ലേ. ഗാണ്ഡീവം നീ കയ്യിൽ വെക്കാൻ അർഹനല്ല, അതുപോലെ തന്നെ നിനക്ക് പൗരുഷമില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ്റെ ദേഷ്യം അനുജനായ അർജുനനോട് കാണിക്കുമ്പോൾ അർജുനൻ അങ്ങോട്ട് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയെ വധിക്കും എന്നുള്ളതാണ് അർജുനൻ്റെ ഒരു തീരുമാനം. അങ്ങനെ അർജുനൻ വധിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് കൃഷ്ണൻ ഇടപെടുന്നുണ്ട്. കൃഷ്ണൻ ഇടപെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അർജുന നീ കാണിക്കുന്നത്? ഇത് നിന്റെ ചേട്ടനല്ലേ, ചേട്ടനോട് ഇങ്ങനെയാണോ പെരുമാറുക? അപ്പോൾ അർജുനൻ പറയുന്നുണ്ട്, അല്ല കൃഷ്ണ, എന്നോട് ഇങ്ങനെ പറഞ്ഞ ഒരാളെ വധിക്കുക എന്നുള്ളതാണ് കൃഷ്ണ എൻ്റെ തീരുമാനം, ഞാൻ വധിക്കുക തന്നെ ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞു, നിന്റെ ചേട്ടനാണത്, ചേട്ടൻ ആ വിഷമം കൊണ്ട് പറഞ്ഞതാന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, ജീവഹാനി സംഭവിക്കാതെ ഞാൻ എങ്ങനെ വധിക്കുമെന്ന് ചോദിച്ചപ്പോൾ വാസുദേവൻ മാധവ് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. അഭിമാനമുള്ളൊരു വ്യക്തിക്ക് അഭിമാനം നഷ്ടപ്പെടുന്ന സമയത്ത് അതും ഒരു മരണം തന്നെയാണ്. മനസ്സിലാവുന്നില്ലേ? അത് മൃതതുല്യമാണ്, മരിച്ചതിന് തുല്യമാണ്. അപ്പോൾ നീ എന്ത് ചെയ്യാം? നിന്റെ ചേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നിന്റെ ചേട്ടനെ കൊല്ലണം, വധിക്കണം എന്നുണ്ടെങ്കിൽ നീ അദ്ദേഹത്തെ നീ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് നേരെ പോയിട്ട് അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതോടുകൂടി അദ്ദേഹം മരിക്കും, മരിച്ചതിന് തുല്യമാവും. എന്നാൽ ഉടനെ തന്നെ അദ്ദേഹത്തെ ജീവിപ്പിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? പോയിട്ട് മാപ്പ് ചോദിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ യുധിഷ്ഠിരനെ അർജുനൻ വധിക്കുന്നുണ്ട്. ക്ലിയർ? അതാണ് ഞാൻ അങ്ങനെ ഒരു ക്യാപ്ഷൻ കൊടുത്തത്. അപ്പോൾ ആ ക്യാപ്ഷൻ കാണുമ്പോൾ എല്ലാവർക്കും ഡൗട്ടാവും. അപ്പോൾ അവരെല്ലാവരും ലൈവ് കാണും. വാട്ട് ആൻ ഐഡിയ സർജി. അപ്പോൾ നമുക്ക് ബാക്കി കഥയിലേക്ക് കടക്കാം. കൃഷ്ണാർജുനന്മാർ കർണവധത്തിനായി ആവേശപൂർവ്വം പോയതിനു ശേഷം ധർമ്മപുത്രൻ ശിബിരത്തിൽ വിശ്രമിച്ചു. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കൃഷ്ണനും അർജുനനും കൂടെ ആരെ വധിക്കാൻ വേണ്ടി? കർണനെ വധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ, ശരി കൃഷ്ണനും അർജുനനും പോയി, ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. സിന്ധു മാതാജിയും കൺഫ്യൂഷനായെന്ന്. വിജയസൂചകങ്ങളായിരിക്കുന്ന പല ശുഭാശുഗുണങ്ങളും കണ്ടുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി കൃഷ്ണാർജുനന്മാർ യുദ്ധക്കളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ വഴിയിൽ വെച്ചു തന്നെ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, വിജയം കൈവരിക്കാൻ പറ്റുന്ന പല ശുഭകരമായിരിക്കുന്ന ശകുനങ്ങളും, എന്നാൽ എന്താ പറയുക, വിജയം കൈവരിച്ചേ മതിയാവൂ എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയവുമായിട്ട് കൃഷ്ണനും അർജുനനും ഇങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോവാണ്. ആരെ വധിക്കാൻ വേണ്ടി? കർണനെ വധിക്കാൻ വേണ്ടി. അങ്ങനെ പോണ സമയത്ത് വഴിയിൽ വെച്ചിട്ട് നമ്മുടെ കൃഷ്ണൻ പറയാണ് അർജുനനോട്, പാർത്ഥ, കർണൻ അജയ്യനായ ഒരു യോദ്ധാവാണ്, പല ഉത്തമ ഗുണങ്ങളും കർണനിലുണ്ട്. ദുര്യോധനനെ ആശ്രയിച്ചത് കൊണ്ട് മാത്രം അവൻ ശോഭിക്കാതെ പോയതാണ്. അതുകൊണ്ട് രാധേയനെ നിന്ദിച്ചുകൊണ്ട് ഒന്നും പറയരുത്. അവൻ നിസ്സാരനല്ലെന്ന് എപ്പോഴും ഓർമ്മ വേണം. എങ്കിലും നിനക്ക് അവൻ വധ്യനായി തീരും. മാത്രമല്ല നിനക്കല്ലാതെ മറ്റാർക്കും അവനെ കൊല്ലുവാനും സാധ്യമല്ല. അതുകൊണ്ട് നീ നല്ലവണ്ണം സൂക്ഷിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകുവാൻ. ഭീഷ്മരുടെയും ദ്രോണരുടെയും അന്ത്യം പോലെ ഇന്ന് കർണന്റെയും അന്ത്യം വരണം. അതിനുള്ള ലക്ഷണങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. പാണ്ഡവ സൈന്യങ്ങൾ കർണന്റെ ശരവർഷമേറ്റു വലയുന്നത് നീ കാണുന്നില്ലേ പാർത്ഥ? നീ മാത്രമാണ് അവർക്കൊരാശ്രയം എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. അതായത് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് കൃഷ്ണൻ. എന്താ കൊടുക്കുന്നത്? കർണനെ, രാധേയനെ, കർണനെയാണ് രാധേയൻ എന്ന് വിളിക്കുന്നത്, രാധേയനെ നീ ഒരിക്കലും നിസ്സാരനായി കാണരുത്. അവൻ കുറച്ച് പ്രശ്നക്കാരനാണ്. നിന്നെക്കൊണ്ടേ അവനെ കൊല്ലാൻ പറ്റൂ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവനെ നീ ഒരു തരത്തിലും നിന്ദിച്ചുകൊണ്ടൊന്നും സംസാരിക്കരുത്. എന്തുകൊണ്ടാണ് അജയ്യനായിരിക്കുന്ന ഈ ഒരു കർണൻ ജീവിതത്തിൽ ഗുണം പിടിക്കാതെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ ദുര്യോധനൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ടുകെട്ടാണ് നമ്മളുടെ വ്യക്തിത്വത്തെ നിലനിർത്തുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും നല്ല കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടാൻ ശ്രമിക്കണം. ലൈക്ക് എൻ്റെ ജീവിതത്തിലും അബദ്ധങ്ങളേറെ സംഭവിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എനിക്കും ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഓരോ അബദ്ധങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച് വരണം. എപ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ആരായാലും ശരി, അവരോട് നമ്മളെല്ലാം തുറന്ന് പറയരുത്. നമ്മുടെ മനസ്സ് നമ്മളെ കൊണ്ട് അങ്ങനെ പറയിക്കും, പക്ഷെ അത് നമ്മൾക്ക് തന്നെ പിന്നീട് വിനയായി മാറും. കഴിയാവുന്നിടത്തോളം പറയേണ്ടാത്ത കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യരുത്.
മനസ്സിലായില്ലേ? നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട് പറയാം. കാരണം നമുക്ക് ചുറ്റുമുള്ള ഒരു വ്യക്തികളും നമ്മൾക്കൊന്നും ചെയ്തു തരാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്തു തരാൻ പറ്റുന്ന വളരെ കുറച്ച് വ്യക്തികളേ ഉള്ളൂ. അത് വളരെ അസുലഭമായിട്ടേ അങ്ങനെയുള്ള ഹൃദയബന്ധങ്ങൾ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലാണ്ട് എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോകരുത്. അതേപോലെ തന്നെ ജീവിതമായതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും തളർന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലേ? അങ്ങനെ ഉണ്ടാവാറുള്ളത് കൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തളരുമ്പോൾ ഈ തളർച്ച ജീവിതത്തിൽ നമുക്ക് മാത്രമല്ല വരുന്നത്, എല്ലാ പക്ഷി മൃഗാദികൾക്കും വരുന്നുണ്ട്. പരുന്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? എത്ര പേർക്ക് പരുന്തിനെ അറിയാം? പരുന്തിനെ എത്ര പേര് അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ട്? എത്ര പേർക്ക് പരുന്തിനെ അറിയാം? അറിയാം. സുജുവിനറിയാം. പരുന്തിനെ എല്ലാവർക്കും അറിയാം, അല്ലേ? എല്ലാവർക്കും അറിയില്ലേ? ഓക്കെ. പരുന്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയോ? പരുന്ത് എത്ര ഉയർന്ന അവസ്ഥയിലാണ് പരുന്ത് പറന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നന്നായിട്ട് ഉയർന്ന് പറക്കുകയാണ്. പരുന്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന് പറക്കുന്നുണ്ട്, അല്ലേ? പരുന്തിൻ്റെ ആ ഒരു തീക്ഷ്ണത, ഭാവം, അതിൻ്റെ ആ ഒരു എന്താ പറയുക, ശക്തി, ഇതൊക്കെ ഭയങ്കരം നമ്മളിൽ ഒരു ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരുന്ത് ഭയങ്കരം ശക്തിയുള്ള ഒരു പക്ഷി തന്നെയാണ്, അല്ലേ? പെട്ടെന്ന് വന്നിട്ട് കോഴിക്കുഞ്ഞിനെയൊക്കെ റാഞ്ചിക്കൊണ്ട് അത് അങ്ങോട്ട് പോവും, അല്ലേ? പരുന്ത് നല്ല ശക്തിയുള്ള ഒരു പക്ഷിയാണ്. എന്നാൽ ഈ പരുന്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? എത്ര പേർക്കറിയാം പരുന്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്? അറിയാവുന്നവർ യെസ് എന്ന് ടൈപ്പ് ചെയ്യൂ. പരുന്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ പറ്റുമോ? 70 വയസ്സ് വരെ പരുന്തിന് ആയുസ്സുണ്ട്, അറിയോ? പക്ഷേ അതിൻ്റെ 40ാമത്തെ വയസ്സിൽ ആ പരുന്ത് ഒരു വലിയ പ്രശ്നം നേരിടുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതിൻ്റെ കൊക്കൊക്കെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ കൊക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊക്ക് വെച്ചിട്ട് അതിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഇരകളെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. ക്ലിയർ? അതുപോലെ പരുന്തിൻ്റെ നഖങ്ങൾ ഇങ്ങനെ വളർന്നിങ്ങനെ ഇരിക്കും. അപ്പം ആ നഖങ്ങൾ വെച്ചിട്ട് അതിന് നിൽക്കാനോ അല്ലെങ്കിൽ അതിന് ഇരകളെ റാഞ്ചി എടുക്കാനോ ഒന്നും പറ്റില്ല. ഈ കൊക്കും ഈ നഖവും അതിന് എന്താണ് ഉണ്ടാവുക? അതിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും ഈ പരുന്തിന്. അങ്ങനെ അതികഠിനമായ വേദന ഈ പരുന്തിന് അതിൻ്റെ 40ാമത്തെ വയസ്സിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് പരുന്തിന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ പരുന്തിന് മരിക്കാം, സ്വയം മരിക്കാം. കാരണം അത്രയും വലിയ മരണവേദനയാണ് പരുന്ത് ആ സമയത്ത് അനുഭവിക്കുന്നത്. അല്ല എങ്കിൽ പരുന്തിന് അതിജീവിക്കാം. ഈ അതിജീവനമാണ് ആ പരുന്തിനെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് പറക്കാനുള്ളൊരു ശക്തി നൽകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ, ഈ പരുന്ത് എന്താ ചെയ്യാന്നറിയാമോ? നേരെ നല്ല ആരും വരാത്ത പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ഈ പരുന്ത് പോയിട്ട് ഈ പരുന്ത് അതിൻ്റെ കൊക്ക് അവിടെ ഇട്ട് ഇങ്ങനെ ഇടിക്കും. തല അവിടെ ഇട്ട് ഇടിച്ച് അതിൻ്റെ കൊക്ക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ഒരു 3 മാസക്കാലമൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ കൊക്ക് ഇങ്ങനെ വളർന്നു വരും, മെല്ലെ വളരും. അങ്ങനെ വളർന്നു വരുന്ന സമയത്ത് ആ കൊക്ക് വെച്ചിട്ട് അതിൻ്റെ കാലിൻ്റെ ഒക്കെ നഖങ്ങൾ ഇതന്നെ കുത്തി പൊട്ടിച്ച് കഴിഞ്ഞ് ഇനിയും ഒരു 3 മാസം കഴിയുമ്പോഴേക്കും അതിൻ്റെ നഖങ്ങളും മെല്ലെ വളർന്നു വരും. ഭയങ്കര വേദനയായിരിക്കും അതിന്, അല്ലേ? അതിൻ്റെ കൊക്കും കാലും, പിന്നെ ഭക്ഷണവും കഴിക്കാൻ പറ്റില്ല. ഓൾറെഡി അതിൻ്റെ കൊക്ക് വളർന്നിരിക്കുമ്പോൾ അതിന് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടാണ് അതിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ ആ കൊക്കൊക്കെ പൊട്ടിച്ച് കളയുമ്പം അതിന് വീണ്ടും ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. കാലിൻ്റെ നഖവും ഒക്കെ പൊട്ടിച്ച് കളയുമ്പം അതിന് ഭയങ്കര വിഷമം വരും, അതിന് പെയിൻ കൂടും. എന്നാലും അത് അതിജീവിക്കുകയാണ്. ഒരു 6 മാസക്കാലം ആ പക്ഷി ഭയങ്കരമായ അതിജീവനത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അങ്ങനെ 6 മാസക്കാലം കഴിയുന്ന അതിജീവനത്തിൻ്റെ 6 മാസക്കാലം കഴിയുന്ന പരുന്ത് ഉയരങ്ങളിലേക്ക് പറന്ന് 30 വർഷക്കാലം വീണ്ടും ജീവിക്കുന്നു. ഏറ്റവും അത്യുന്നതങ്ങളിലേക്ക് അത് പറന്ന് 30 വർഷക്കാലം വീണ്ടും പരുന്ത് ജീവിക്കുന്നു. ഇതായിരിക്കണം ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതിജീവനമാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യാത്തതും ചെയ്തതുമായിരിക്കുന്ന പല 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 സാഹചര്യങ്ങൾ, പലതരത്തിലുള്ള ചീത്തപ്പേരുകൾ, പലതരത്തിലുള്ള വിഷമങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരും. ചിലപ്പോൾ നമ്മൾ ജന്മം നൽകിയ മക്കൾ തന്നെ നമ്മളെ ചീത്ത വിളിക്കും. നമ്മളെ ചിലപ്പം ഒരു സ്ത്രീത്വത്തിന് ചേരാത്ത തരത്തിലുള്ള വേദനാജനകമായ വാക്കുകൾ ഉപയോഗിക്കും. ചിലപ്പോൾ ഒരു അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് നീ ആരാന്ന് വരെ ചില സമയത്ത് മക്കൾ ചോദിക്കും.
1-ാം മാസമാകുമ്പോൾ നമുക്ക് ഛർദിയും വയ്യായികയും, 2-ാം മാസമാകുമ്പോൾ തളർച്ചയും, 3-ാം മാസമാവുന്ന സമയത്ത് ഒന്നും വേണ്ടാന്നുള്ളൊരു തോന്നലും, 4-ാം മാസമാവുന്ന സമയത്ത് ആഗ്രഹങ്ങളും, 5-ാം മാസമാവുന്ന സമയത്ത് എല്ലാത്തിൽ നിന്നും ഒരു അകൽച്ചയും, 6-ാം മാസമാവുമ്പം ആകുലതകളും, 7-ാം മാസമാവുമ്പോൾ നമുക്ക് പ്രഷറും ഷുഗറും, 8-ാം മാസമാവുമ്പോൾ നീരും, 9-ാം മാസമാവുമ്പം വല്ലാത്തൊരു ഉത്കണ്ഠയും എല്ലാം വന്ന് 10-ാം മാസം അതിജീവനത്തിൻ്റെ ഒരു പുനർജന്മമാണ് ഒരമ്മ എടുക്കുന്നത് അല്ലേ. ആ 10 മാസക്കാലവും ഒരച്ഛൻ അനുഭവിക്കുന്ന ടെൻഷൻ, ആ 10 മാസക്കാലം കഴിഞ്ഞ് ഒരു കുഞ്ഞ് വരുമ്പോഴേക്കും ആ അമ്മ 3-6 മാസം കൊണ്ട് ശരിയായ രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ശരീരത്തിൻ്റെതായ ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴേക്കും ഒരച്ഛൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാലഘട്ടം അവിടെ മുതൽ തുടങ്ങുകയാണ്. എന്നാലും ആ അച്ഛൻ ആജീവനാന്ത കാലം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അല്ലേ. പിന്നീടുള്ള കാലഘട്ടങ്ങൾ അത്രയും ആ അമ്മയുടെ ഉറക്കവും, ആ അമ്മയുടെ ഉറക്കം പോകുന്നത് ആ സമയം മുതൽ ആ അമ്മയുടെ ഉറക്കം പോയി. ആ കുഞ്ഞ് പിറന്ന് ഭൂമിയിലേക്ക് വരുന്ന ആ നിമിഷം മുതൽ ആ ഉറക്കം പോയി. പിന്നെ ആ അമ്മയുടെ മരണം വരെ സ്വന്തം കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു നീണ്ട കാത്തിരിപ്പാണ് ആ അമ്മയുടെ ജീവിതം. അല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നും മരണം വരെ, അവസാന നിമിഷം വരെ എൻ്റെ മകൻ വരുമോ, എൻ്റെ മകള് വരുമോ എന്നുള്ളൊരു വലിയ കാത്തിരിപ്പാണ് ഒരു അമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. എൻ്റെ മകൻ എന്തായി, എൻ്റെ മകൾ എന്തായി എന്നുള്ള ആകുലതയാണ് പിന്നീടുള്ള വർഷങ്ങൾ അത്രയും ഒരു അച്ഛൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഈ അച്ഛനും അമ്മയും ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കാനാവാത്ത ഏറ്റവും വലിയൊരു നിധിയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളുടെ ബിസി ഷെഡ്യൂളും നമ്മളുടെ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും ശരി, ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും, ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ അവിടെ നാട്ടിൽ മീൻസ് നമ്മളുടെ അടുത്തവരുണ്ടെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ അവർക്ക് വേണ്ടി ചിലവഴിക്കുക. നമ്മളുടെ കൂടെ ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ അവർക്ക് വേണ്ടി ചിലവഴിക്കുക. അങ്ങനെ നമ്മൾ ചിലവഴിച്ച് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു സമ്പത്ത് നമുക്ക് ഈ ഭൂമിയിൽ നേടാനില്ല. അവരുടെ കണ്ണുകൾ അടയുന്ന സമയത്ത് അവരുടെ കണ്ണുകൾ അടയുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയണം, അവർക്ക് ഞാൻ കൊടുക്കേണ്ട എൻ്റെ ചുമതലകളും കടമകളും ഞാൻ നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മസംതൃപ്തി നമ്മൾക്ക് വേണം. മനസ്സിലായില്ലേ? നമ്മളുടെ ഹൃദയത്തിൽ വേണം, ആ ഒരു ആത്മസംതൃപ്തി വേണം. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കിട്ടാൻ പറ്റാവുന്നതിൽ വെച്ച് നല്ല ഭക്ഷണം, നല്ല താമസം, നല്ല മരുന്ന്, സമാധാനമുള്ള വാക്കുകൾ, ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടാണ് എൻ്റെ അച്ഛനെയും അമ്മയെയും ഈ ലോകത്ത് നിന്ന് ഞാൻ പറഞ്ഞു വിടുന്നത് എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ ഹൃദയത്തിൽ വേണം. അല്ലാതെ അവർ പോയതിന് ശേഷം ഇന്ന് അമ്മയുടെ ശാർദമാണെന്നും പറഞ്ഞ് തെരുവിൽ 10 പേർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ നോക്കാത്ത ഒരു മക്കളും അവരുടെ ഓർമ്മ ദിവസം അന്നദാനം നടത്തിയിട്ട് പ്രയോജനമില്ല. അതുപോലെ തന്നെ അവർ മരിച്ചതിന് ശേഷം ബലിയിടാൻ പോയിട്ട് പ്രയോജനമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത്. കാരണം ആ പിതാവിൻ്റെ അനുഗ്രഹവും മാതാവിൻ്റെ അനുഗ്രഹവുമാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ചേർത്ത് വെക്കുന്ന പണമോ നമ്മൾ ചേർത്ത് വെക്കുന്ന പേരോ പ്രശസ്തിയോ ഒന്നുമല്ല. നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും നമ്മൾ കൊടുക്കുന്ന കരുതലുകൾ, സ്നേഹം, വാക്ക്, ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോൾ എങ്ങനെയാണോ ഒരു പരുന്തും ഒരച്ഛനും ഒരമ്മയും ജീവിതത്തിൽ അതിജീവനത്തിൻ്റെ നാളുകളിലേക്ക് കടന്നു പോകുന്നത്, അതുപോലെ നമ്മളും കടന്നു പോകുന്നുണ്ട് അല്ലേ. ഈ ഒരു അതിജീവനമായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയേറിയ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അർജുന, ഞാൻ നിനക്കിപ്പോൾ തരുന്ന ഉപദേശം നീ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം എന്താ? നിസാരക്കാരനായി നീ നിന്റെ എതിർവശത്ത് നിൽക്കുന്ന ഒരാളെ കാണരുത്. കാരണം കർണൻ അജയ്യനാണ്. ഇവിടെ അർജുനന് വേണമെങ്കിൽ പേടിക്കേണ്ട, എൻ്റെ കൂടെ കൃഷ്ണനുണ്ട്, എനിക്ക് ജയിക്കാം എന്ന് അർജുനന് തോന്നിയേക്കാം അല്ലെ, അർജുനന് ചിന്തിക്കാം, ആ ധൈര്യത്തോടെ ഇരിക്കാം അർജുനന്. പക്ഷെ അതൊന്നുമല്ല. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്നറിയോ? നീ അജയ്യനായിരിക്കുന്ന കർണനെയാണ് നേരിടാൻ പോകുന്നത്. ഫൈനലി നീ തന്നെ ജയിക്കും അർജുന. പക്ഷേ ഒരു കാരണവശാലും നീ രാധേയനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കരുത്. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മളും ശ്രദ്ധിക്കണം. നമ്മളും ഒരിക്കലും ആരെയും നിന്ദിച്ച് സംസാരിക്കരുത്. മനസ്സിലായില്ലേ? വന്ദിച്ചില്ലെങ്കിലും നമ്മൾ ആരെയും നിന്ദിക്കരുത്.
കാരണം നമ്മൾ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മളെ ചൂണ്ടുന്നുണ്ട്. ഇത് നമ്മൾ നാളെ കർമ്മഫലമായി അനുഭവിക്കണം. ആ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകും. കാരണം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന ജീവാത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്യോർ സോളാണ്. മനസ്സിലാവുന്നുണ്ടോ? നല്ല തെളിഞ്ഞ വെള്ളം പോലെ, പാല് പോലെ പരിശുദ്ധമായ ഒരു ആത്മാവിന് മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കൂ. അല്ലാത്തൊരാത്മാവിന് പറ്റില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചു പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു തയ്യാറെടുപ്പുമായിട്ടാണ് നമ്മളിവിടെ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ഈ ആത്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യണം. ഹൃദയം തുറന്ന് സ്നേഹിക്കണം, ഹൃദയം തുറന്ന് ചിരിക്കണം, ഹൃദയം തുറന്ന് സ്മരണയുള്ളവരായിരിക്കണം. അതുപോലെ ഉപകാര സ്മരണ ഒരിക്കലും മറക്കരുത്. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് എടുത്തു തന്ന വ്യക്തികളോട് നമ്മൾ എന്നും കൂറുള്ളവരായിരിക്കണം. അവരെന്തും നമ്മളെ പറഞ്ഞോട്ടെ, നമ്മൾ റിയാക്ട് ചെയ്യരുത്. കാരണം നമ്മൾ വൈഷ്ണവരാണ്. ലളിത ജീവിതം, ഉയർന്ന ചിന്താഗതി, ഇത് ഗുരുവായൂർ മഞ്ജരീസിലുള്ള ഒരാളും മറക്കരുത്. അപ്പൊ കൃഷ്ണൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം അർജുനൻ അതുപോലെ അനുസരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അർജുനൻ പറയാണ്, കൃഷ്ണ, ഭവാൻ സഹായത്തിനുള്ളപ്പോൾ എനിക്ക് യാതൊരു ഭയവും ഇല്ല. ത്രികാലജ്ഞാനിയായിരിക്കുന്ന ഭവാൻ എന്നിൽ പ്രീതനായിരിക്കുമ്പോൾ എനിക്ക് ജയം സിദ്ധിക്കാതെ വരുമോ? ശരിക്കുള്ള യുദ്ധം ആരംഭിക്കുവാൻ പോവുകയാണ് കൃഷ്ണ. ആ യുദ്ധത്തിൽ വെച്ച് ഞാൻ കർണനെ വധിക്കും. ദുര്യോധനന്റെ എല്ലാ ആശകളും അതോടെ അസ്തമിക്കും. ധൃതരാഷ്ട്രനും പശ്ചാത്തപിക്കേണ്ടി വരും. ധർമ്മപുത്രൻ അല്ലലെല്ലാം തീർന്ന് ഇന്ന് സുഖമായി ഉറങ്ങും. കർണന്റെ പ്രോത്സാഹനത്തോടുകൂടി ദുശാസനനും മറ്റും ചെയ്തിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങൾക്കും ഇന്നു ഞാൻ പകരം വീട്ടും കൃഷ്ണ. കർണനെ പോരിൽ കൊന്ന് അതിൻ്റെ കടപ്പാടൊക്കെ ഞാൻ ഇന്ന് തീർക്കും. കാരണം ഈ കർണൻ ഒരുപാട് ദുര്യോധനനെ ഉപദേശിച്ച് ചീത്തയാക്കിയിട്ടുണ്ട്, കർണനും ശകുനിയും ഒക്കെ കൂടെ ചേർന്നല്ലേ. അപ്പം അതിൻ്റെയൊക്കെ പരിണിത ഫലം ഇവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ആര്? പാണ്ഡവന്മാർ. അതിൻ്റെയൊക്കെ ഒരുപാട് വേദന നമ്മുടെ പാഞ്ചാലി അനുഭവിച്ചതൊക്കെ ആലോചിക്കുമ്പം യുധിഷ്ഠിരന് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഒപ്പം തന്നെ അതുകൊണ്ടാണല്ലോ എന്തുണ്ടായത്? നമ്മുടെ ഗഡോൽഗജൻ മരിച്ചു, ഭീമന്റെ മകൻ, അർജുനന്റെ മകൻ മരിച്ചു അല്ലെ, ഇവരൊക്കെ മരിച്ചുപോയി, അഭിമന്യു. അപ്പൊ ഇതൊക്കെ കാരണം ഇത്രയും നാശനഷ്ടങ്ങളുള്ള യുദ്ധം വന്നു. ഇതൊക്കെ ദുര്യോധനന്റെ വേണ്ടാത്ത ചിന്താഗതികൾ കൊണ്ടാണ്, തീരുമാനങ്ങൾ കൊണ്ടാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് കർണൻ എന്ന് പറയുന്നത്. കർണന്റെ ആ ഒരു മൂഢ ചിന്താഗതി, അനാവശ്യമായിരിക്കുന്ന ധൈര്യം കൊടുക്കൽ, അഹങ്കാരം, ധിക്കാരം എന്ന് പറയുന്ന മനോഭാവം, ഇതൊക്കെ ഇതിനെല്ലാത്തിനും കാരണമാണ് അല്ലെ. അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്തുമാത്രം ദുശാസനൊക്കെ പാഞ്ചാലിയെ ഒരുപാട് അപമാനിച്ചു. ഇതെല്ലാം ഇവരുടെ ഉള്ളിൽ കിടക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു അവസാനം ഉണ്ടാക്കും എന്നാണ് ആര് പറയുന്നത്? അർജുനൻ പറയുന്നത്. അപ്പോൾ ഇത് കർണനെ കൊന്നിട്ട് ഇന്ന് ഞാൻ എൻ്റെ കടപ്പാടെല്ലാം വീട്ടു എന്ന് അർജുനൻ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും നമ്മുടെ കൃഷ്ണനും അർജുനനും സംസാരിച്ച് മെല്ലെ യുദ്ധക്കളത്തിലെത്തിയപ്പോ അവിടെ പൊരിഞ്ഞടി നടക്കുകയാണ് യുദ്ധക്കളത്തില്. മഹാരഥന്മാരെല്ലാം ഓരോരോ എതിരാളികളോട് ഇങ്ങനെ എതിരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധത്തില് നല്ല തേജസ്സോടുകൂടി നിന്ന കർണന്റെ മകനായിരിക്കുന്ന സുഷേഷണൻ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് കർണൻ അങ്ങോട്ട് ഭയങ്കര ദേഷ്യായി. കർണന്റെ മകനും മരിച്ചു വീഴുന്നു. കർണന്റെ മകന്റെ പേരാണ് സുഷേണൻ എന്നാണ് കേട്ടോ. സുഷേണൻ മരിച്ചു വീഴുന്നത് കണ്ടിട്ട് കർണൻ അങ്ങോട്ട് ഭയങ്കര ദേഷ്യം. അപ്പം ആ ഒരു വേദന തന്നെയല്ലേ ഇവിടെ നമ്മുടെ അർജുനനും ഭീമനും ഒക്കെ അനുഭവിച്ചത്. ഇതൊന്നും കർണൻ മനസ്സിലാക്കുന്നില്ല. സുഷേണൻ മരിച്ചു വീഴുന്നു, കർണൻ അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് കർണൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് കത്തി ജ്വലിച്ച് ഭീമസേനൻ എന്ത് ചെയ്തു? കൗരവസേനയുടെ നടുവിലായിട്ടങ്ങ് ഓടിക്കേറി ഭീമസേനൻ. എന്നിട്ട് എല്ലാ സൈന്യങ്ങളെയും ഭീമൻ അങ്ങോട്ട് അരിഞ്ഞ് വീഴ്ത്താൻ തുടങ്ങി. ദൂരെ ഉണ്ട് അർജുനന്റെ രഥത്തിന്റെ കൊടി കണ്ടപ്പോൾ ഭീമന്റെ ആവേശം അങ്ങോട്ട് വർദ്ധിച്ചു. ഭീമൻ കൗരവസേനയിൽ കയറിയിട്ട് എല്ലാവരെയും അരിഞ്ഞ് വീഴ്ത്തുകയാണ്. ആ സമയത്ത് ഭീമൻ നോക്കുമ്പോൾ അങ്ങ് ദൂരെ നമ്മുടെ അർജുനന്റെ രഥം വരുന്നുണ്ട്. ആ രഥത്തിന്റെ മേളിൽ അർജുനന്റെ രഥത്തിന്റെ കൊടി കണ്ടു. അത് കണ്ടപ്പോൾ ഭീമന് ഭയങ്കര സന്തോഷം. പിന്നീടുണ്ടായ ഭീമന്റെ ആ ഒരു അമാനുഷികമായിരിക്കുന്ന പരാക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പരാക്രമം കണ്ടപ്പോഴേക്കും സൈന്യങ്ങളെയും ആനകളെയും തേരുകളെയും ഒക്കെ അങ്ങോട്ട് നശിപ്പിച്ചു. എല്ലാത്തിനെയും അങ്ങോട്ട് ഭീമൻ അങ്ങ് നശിപ്പിച്ചു. കാരണം അർജുനനെ കണ്ടപ്പോഴേക്കും ഭീമന് ഭയങ്കര സന്തോഷം. അത് കണ്ട് പിന്തിരിയുന്ന സൈന്യങ്ങളെ ദുര്യോധനൻ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ പറയുന്നത്? ദുര്യോധനൻ അങ്ങോട്ടേക്ക്
പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ കൗരവ വംശത്തിലെ സൈന്യങ്ങളൊക്കെ. വേഗാവട്ടെ വേഗാവട്ടെ, ആരും പിന്തിരിഞ്ഞോടരുത്, വിടരുതവനെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കെ ഭീമനെ കൊല്ലാൻ വേണ്ടി എല്ലാവരും കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഭീമനെ കൊല്ലണം, കിട്ടിയ അവസരം പാഴാക്കരുത്. ശകുനിയുടെ അടുത്ത് ചെന്നിട്ട് ദുര്യോധനൻ പറഞ്ഞു ആ സമയത്ത്, അമ്മാവാ, ഈ യുദ്ധത്തില് ശക്തനായ ഭീമനെ നമുക്ക് ജയിക്കണം അമ്മാവാ. ഭീമനെ ഇപ്പോ വധിച്ചാ പിന്നെ യുദ്ധം ഉണ്ടാവില്ല, നമ്മൾ ജയിക്കും അമ്മാവാന്ന് പറഞ്ഞു. ആരുടെ അടുത്ത് പോയിട്ട്? ശകുനിയുടെ അടുത്ത് പോയിട്ട്. ആരാ പറയുന്നത്? ദുര്യോധനൻ. ശ്രീല പ്രഭുപാദ് കി ജയ്. എങ്ങനെയെങ്കിലും നമുക്ക് ഭീമനെ കൊല്ലണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴേക്കും ശകുനി കേട്ട പാതി കേൾക്കാത്ത പാതി, ശകുനി അങ്ങോട്ട് പോരാട്ടത്തിന് ഇറങ്ങി ഭീമനെ കൊല്ലാൻ. പിന്നെ ഭീമനും ശകുനിയും തമ്മിൽ ഭയങ്കരം ഒരു യുദ്ധമാണ് അവിടെ നടന്നത്. ഇടയ്ക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു. പക്ഷേ ഭീമന്റെ ഗദയുടെ അടി കിട്ടിയപ്പോഴേക്കും ശകുനിയുടെ ബോധം പോയി. സുയോധനൻ അവിടെ തന്നെ നിന്ന് അമ്മാവനെ തേരിലേറ്റിക്കൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടി. ആര്? നമ്മുടെ ദുര്യോധനൻ. അമ്മാവാ എന്നും പറഞ്ഞുകൊണ്ട് അമ്മാവനെ പിടിച്ചങ്ങ് തേരിലിട്ടിട്ട് തേരും കൊണ്ട് ഒരൊറ്റ ഓട്ടം നമ്മുടെ ദുര്യോധനൻ കൊടുത്തു. രാജാവ് പിന്തിരിഞ്ഞല്ലോ. ആര്? ദുര്യോധനൻ പോയല്ലോ. അതോടുകൂടി സൈന്യങ്ങളും ഒക്കെ വന്ന വഴിക്ക് സൈന്യങ്ങളും ഓടാൻ തുടങ്ങി. ഭീമൻ ശകുനിയെ ജയിച്ചത് കണ്ടപ്പോഴേക്കും പാണ്ഡവ സൈന്യം അങ്ങ് സന്തോഷം കൊണ്ട് അട്ടഹസിക്കാൻ തുടങ്ങി. വിട്ടുകൊടുത്തില്ല പാണ്ഡവ സൈന്യം. ഭയങ്കര സന്തോഷം പാണ്ഡവ സൈന്യത്തിന്. ഭീമനെ അങ്ങ് പൊക്കിയെടുക്കാൻ പാകത്തുള്ള സന്തോഷം ഉണ്ടെങ്കിലും ഭീമനെ പൊക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അതുകൊണ്ടാണ് ഭീമന് ഭീമൻ എന്നുള്ള പേര് തന്നെ വെച്ചത്. ഭീമന്റെ ചുറ്റും കൂടി എല്ലാവരും ആർമാദിക്കാൻ തുടങ്ങി. ശകുനിയുടെ പരാജയം കണ്ടപ്പോഴേക്കും ഭയങ്കര ദുഃഖവും ദേഷ്യവും, കർണൻ അങ്ങോട്ട് എന്താ പറയാ, വട്ടുപിടിച്ച അവസ്ഥയായി. കർണൻ അങ്ങോട്ട് കാലാന്തകനെ പോലെ, അതായത് അന്തകനെ പോലെ പാണ്ഡവ സൈന്യത്തിലേക്ക് കയറി പാണ്ഡവന്മാർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പാണ്ഡവ പട അപ്പോഴേക്കും നിൽക്കക്കള്ളില്ലാത്തൊരവസ്ഥയായി. ദുര്യോധനൻ വന്ന് എല്ലാവരും വെട്ടാൻ തുടങ്ങി. അടിയും കൂത്തും ചവിട്ടും വെട്ടലും എല്ലാം കൂടി ആയപ്പോഴേക്കും ആകെപ്പട തര ലിലി മാതാജി ആകെപ്പാടെ എല്ലാവർക്കും കൂടെ ഒരു ടെൻഷനുമായി നേരെ നിൽക്കക്കള്ളില്ലാത്തൊരവസ്ഥയിലേക്കാണ് പാണ്ഡവ സൈന്യം പോകുന്നത്. ആ സമയത്ത് ഭീമാർജുനന്മാരും കൂടെ ചേർന്നിട്ട് കൗരവ പട ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദൂരെ നിന്ന് അർജുനന്റെ രഥത്തിന്റെ കൊടി കണ്ടപ്പോഴേക്കും ശല്യർ എന്ത് ചെയ്തു? കർണനെ നേരെ പോയി ഉത്സാഹിപ്പിച്ചിട്ട് 1-2 വാക്കുകൾ പറഞ്ഞു. കർണ, നീ വളരെ നേരമായി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അർജുനൻ ദേ വരുന്നു. നേരെ ശല്യർ പോയി പറയാണ്. ശല്യർ സാരഥിയാണല്ലോ കർണന്റെ. ശല്യർ പോയി പറയാണ്, കർണ, നീ കുറെ നേരമായി പ്രതീക്ഷിച്ചിരിക്കില്ലേ അർജുനനെ? ദേ വരുന്നു. നീ നോക്കിക്കേ, അങ്ങ് ദൂരെ അവന്റെ രഥത്തിന്റെ കൊടി കാണാം. ഇപ്പോ തന്നെ വേണ്ടതുപോലെ നീ പ്രവർത്തിച്ചോ കർണ, നിന്റെ കയ്യിൽ കിട്ടുമാളെ ഇപ്പം എന്ന് പറഞ്ഞു. അർജുനനെ കൊല്ലാനേ നിനക്ക് മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല കർണ. ഇതോടെ യുദ്ധത്തിനൊരു അവസാനം വരുത്താൻ ഇന്ന് സാധിക്കും. അത് കേട്ടപ്പോ നമ്മുടെ കർണൻ പറയാണ്, ഇപ്പോഴെങ്കിലും അങ്ങ് വേണ്ടതുപോലെ സംസാരിക്കാനുള്ള ബുദ്ധി കൈവരിച്ചിരിക്കുന്നു. സന്തോഷം, എൻ്റെ ശക്തിയെക്കുറിച്ച് ഇപ്പങ്ങൾക്ക് ബോധ്യമായില്ലേ എന്ന്. ഇന്ന് ഞാൻ ആ പാർത്ഥനെ വധിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ വധിക്കും. പാർത്ഥനെ വധിക്കാതെ ഞാൻ ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയില്ലെന്നുള്ള കാര്യം തീർച്ചയാണ്. കർണന്റെ അനാവശ്യമായിരിക്കുന്ന വാക്കുകൾ. യുദ്ധത്തിൽ ജയം അനിശ്ചിതത്വമാണ്. കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യും. അർജുനന്റെ ശക്തിയും പരാക്രമവുമെല്ലാം എനിക്ക് നന്നായി അറിയാം. എന്നാൽ അതെല്ലാം എൻ്റെ അസ്ത്രത്തിന്റെ മുമ്പിൽ നിഷ്ഫലമാകുക തന്നെ ചെയ്യും. എൻ്റെ തേര് വേഗം അർജുനന്റെ തേരിന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ എന്നും പറഞ്ഞുകൊണ്ട് കർണൻ അങ്ങോട്ട് വലിയ സംഭവ ബഹുലമായിട്ട് അങ്ങ് നിൽക്കുകയാണ് രഥത്തിൽ. അപ്പോഴേക്കും നമ്മുടെ ശല്യര് മനസ്സിൽ വിചാരിക്കുന്ന, നടന്ന് തന്നെ പോവാം എന്നുള്ള ഭാവത്തിൽ ശല്യരും അങ്ങോട്ട് രഥവും കൊണ്ട് പോവാണ്. അർജുനനും കൃഷ്ണനോടും തേര് കർണന്റെ സമീപത്തേക്ക് തളിക്കാൻ കർണൻ പറഞ്ഞു. 2 പേരും തമ്മിൽ അങ്ങോട്ട് ഏറ്റുമുട്ടി. കർണനെ സഹായിക്കാൻ കൗരവ പക്ഷത്തുള്ള എല്ലാവരും വന്നു. പിന്നെ അവിടെ അതിഘോരമായൊരു യുദ്ധം കർണനും അർജുനനും തമ്മിൽ നടന്നു. ഭീമനും അർജുനനും കൂടി ചേർന്നിട്ട് കൗരവ സൈന്യത്തോട് അങ്ങോട്ട് എതിരിട്ടപ്പോഴേക്കും യോദ്ധാക്കൾ എല്ലാവരും കൂടെ ഭീമനും അർജുനനും പറഞ്ഞു,
വാ ചേട്ടാന്നും പറഞ്ഞ് 2 പേരും കൂടെ കൗരവ സൈന്യത്തിലേക്ക് അങ്ങോട്ട് കയറി. ആന കരിമ്പും തോട്ടത്ത് കയറിയ പോലെ ചറപ്പറ അങ്ങോട്ട് കയറി മേഞ്ഞു കൗരവ സൈന്യത്തെ. ഭീമനെ അർജുനന്റെ അടി ഇടിയും തൊഴിയും കിട്ടപ്പോഴേക്കും കൗരവ സൈന്യം മൊത്തത്തിൽ നിലവിളിച്ചുകൊണ്ട് കർണന്റെ അടുത്തേക്ക് ഓടി. അയ്യോ ഞങ്ങളെ രക്ഷിക്കൂന്നും പറഞ്ഞുകൊണ്ട് ഈ സൈന്യങ്ങൾ മൊത്തം ആരടുത്തേക്ക് ഓടി? കർണന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഓടി. ദുശാസനൻ പറഞ്ഞു, ഭീമ നീ അത്രയ്ക്കായോടാ എന്നും പറഞ്ഞുകൊണ്ട് ദുശാസനൻ വന്നിട്ട് ഭീമനോട് യുദ്ധം വെട്ടാൻ തുടങ്ങി. 2 പേരും ഭയങ്കര വാശിയോടെ അടി തുടങ്ങി. ദുശാസനൻ എന്ത് ചെയ്തു എന്നറിയോ? നിഷിദ്ധങ്ങളായിരിക്കുന്ന, അതായത് എടുക്കാൻ പാടില്ലാത്ത ശരങ്ങളെ കൊണ്ട് ഭീമനെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. വൃഗോദരൻ മരിച്ച മാതിരി തളർന്ന് കൈകൾ നീട്ടി തേരിൽ വീണു. കൗരവ സൈന്യം അത് കണ്ട് സന്തോഷാരവം മുഴക്കിയെങ്കിലും അധികം താമസിയാതെ ഭീമസേനൻ എഴുന്നേറ്റു. എല്ലാവരും നോക്കുമ്പോൾ ഭീമസേനൻ അങ്ങോട്ട് തളർന്നങ്ങോട്ട് വീണു. എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞു, ഭീമന്റെ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭീമൻ പറഞ്ഞു, ആര് മരിച്ചെന്ന്? ഞാനോ? എൻ്റെ പേര് ഭീമസേനൻ എന്നാണെന്നും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അങ്ങോട്ട് സിംഹത്തെ പോലെ ഭീമൻ അലറി. ദുശാസനൻ എന്ത് ചെയ്തു? വീണ്ടും കുറച്ച് ശരങ്ങളൊക്കെ വിട്ടു. പക്ഷേ ഈ തവണ അതൊന്നും നിലനിന്നില്ല. ഭീമൻ നേരെ അതെല്ലാത്തെയും അങ്ങ് തടഞ്ഞു നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? ഭീമൻ എന്താ ചെയ്തെന്നറിയാം? അതെല്ലാം തടുത്തിട്ട് ഉത്കണ്ഠമായിരിക്കുന്ന ഉഗ്രമായിരിക്കുന്ന എന്താ പറയുക ഒരു വേലെടുത്തിട്ട് ദുശാസനന്റെ നേരെ ഒരു ചാട്ടം അങ്ങോട്ട് ചാടി. ഭീമൻ വിട്ടില്ല, ഭയങ്കര ഒരു ചാട്ടം അങ്ങോട്ട് ചാടി. ആ വേല് ഭയങ്കര സ്പീഡില് അതിവേഗത്തില് ദുശാസനന്റെ തലയിൽ അങ്ങ് ചെന്ന് ഇടിച്ചു. ദുശാസനന്റെ അസ്ത്രങ്ങൾക്കൊന്നും അത് തടുക്കാൻ പറ്റിയില്ല. തലയിലേറ്റ അടി കൊണ്ട് ദുശാസനൻ തലയ്ക്ക് അടി കിട്ടിയപ്പോഴേക്കും തേരിൽ നിന്ന് കുറേ ദൂരേക്ക് അങ്ങോട്ട് ദുശാസനൻ പോയി വീണു. ഭീമന്റെ വേല് കൊണ്ടാണല്ലോ അടി കിട്ടിയത്. ദുശാസനൻ എന്താ പറയുക, ഹൈഡ്രജൻ ബലൂണൊക്കെ പറക്കുന്ന പോലെ ഭും പറഞ്ഞങ്ങോട്ട് പറന്നങ്ങോട്ട് പോയി എവിടെയോ ഒന്ന് പോയി വീണു. ഉടനെ ഭീമൻ എന്ത് ചെയ്തു? എടാ ദുഷ്ടാ, ഇന്ന് ഞാൻ നിന്റെ ചോര കുടിക്കടാ ഈ യുദ്ധത്തില് എന്നും പറഞ്ഞ് അത് മുൻപേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ഈ ദൂരേക്ക് വീണ ദുശാസനന്റെ മേലേക്ക് അങ്ങോട്ട് ചാടി അങ്ങോട്ട് വീണു. കൗരവന്മാര് ചെയ്തിട്ടുള്ള എല്ലാ എന്താ പറയാ മോശം പ്രവൃത്തികളും ഭീമൻ അങ്ങോട്ട് ആലോചിച്ചപ്പോഴേക്കും ഭീമന്റെ കൺട്രോൾ പോയി എന്നുള്ളതാണ്. എല്ലാവരും നോക്കി നിൽക്കേ മൂർച്ചയേറിയൊരു വാളെടുത്തിട്ട് ഭീമൻ എന്ത് ചെയ്തു? കഴുത്തിൻ്റെ അവിടെ കാലമർത്തി വെച്ചു. നമ്മുടെ ലാലേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ ഭീമന്റെ കാലെടുത്തിട്ട് അവിടെ കഴുത്തിൽ അമർത്തി വെച്ചിട്ട് ഒരു വാളും എടുത്തിട്ട് നിലത്ത് കിടക്കുന്ന അവൻ്റെ മാറ് നോക്കി നെഞ്ച് നോക്കിയിട്ട് അങ്ങോട്ട് കീറിക്കളഞ്ഞു. അതിൽ നിന്നും വരുന്ന ചോര എടുത്തിട്ട് ഭീമൻ എന്ത് ചെയ്തു? വലിച്ചു അങ്ങോട്ട് കുടിച്ചു. ഭീമൻ അന്ന് പറഞ്ഞു, ദുശാസന നീ നോക്കിയിരുന്നോടാ, നിന്റെ മാറ് കീറിയിട്ട് ഞാൻ ചോര കുടിക്കുന്നു. അത് തന്നെ ഭീമൻ ചെയ്തു. കാലാന്തകനെ പോലെ ഭയങ്കരനായി നിൽക്കുന്ന ഭീമനെ തടുക്കാനോ ദുശാസനനെ രക്ഷിക്കാനോ ആർക്കും പറ്റിയില്ല. ഒരാൾക്കും പറ്റിയില്ല. ഭീമനെ തടുക്കാനും പറ്റുന്നില്ല, ദുശാസനനെ രക്ഷിക്കാനും പറ്റുന്നില്ല. ഉഗ്രകർമാവും ക്രോധരക്ഷാന്തകനുമായിരിക്കുന്ന ഭീമനെ കണ്ട് എല്ലാവരും പറയാ, കൗരവവംശം മുഴുവൻ പറയാണ്, ഈ ചോര ഇങ്ങനെ വായെന്നൊക്കെ ഇങ്ങനെ ഒലിച്ച് ദുശാസനന്റെ മാറൊക്കെ കീറി ഇങ്ങനെ പിളർന്ന് കിടക്കാണ്. ആമാശയം, വൻകുടലും ചെറുകുടലും എല്ലാം പുറത്ത്. ഭീമനാണെങ്കിൽ അവൻ്റെ നെഞ്ചത്തിരുന്നിട്ട് ചോര ഇങ്ങനെ കുടിക്കുകയാണ്. ആ ഭീമനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ ഇവൻ മനുഷ്യനല്ല, ഇവൻ രാക്ഷസനാണെന്നും പറഞ്ഞുകൊണ്ട് കൗരവ വംശം മുഴുവൻ ജീവനും കൊണ്ട് ഓടി. ദേഹത്തിലും മുഖത്തും ഒക്കെ ഭീമന്റെ ശരീരത്തിലും മുഖത്തും ഒക്കെ ഫുൾ ചോര. ഭീമൻ അങ്ങോട്ട് സിംഹത്തെ പോലെ ഗർജിക്കുകയാണ്. ഇതാ ഞാൻ എൻ്റെ പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. ദുശാസനന്റെ മാറ് പിളർന്ന രക്തം ഞാൻ സ്വാദോടെ കുടിക്കുന്നു. പാണ്ഡവന്മാർക്കുണ്ടായിരിക്കുന്ന എല്ലാ ആപത്തുകൾക്കും ഈ നീചൻ ഒരു കാരണമാണ്. എടാ പുരുഷധാമ, ദുശാസന, നീ ചെയ്ത ദുഷ്ടകൃത്യങ്ങളുടെ എല്ലാം ഫലം നീ ഇപ്പോൾ ഇതാടാ അനുഭവിക്കുന്നു. ഇനി കർണന്റെയും ദുര്യോധനന്റെയും ഗതി ഇത് തന്നെയാണ്. എൻ്റെ വാക്കൊരിക്കലും നിഷ്ഫലമാവുകയില്ല.
ഇങ്ങനെ പറഞ്ഞ് ആർത്ത് വിളിച്ചുകൊണ്ട് ഷെറിൻ വന്നു കേട്ടോ. BS കൃഷ്ണതീർത്ത്. ഷെറിനെ ഞങ്ങൾ പൊളിച്ചടക്കിയിട്ടുണ്ട് ഇവിടെ. ഇത്രയും പറഞ്ഞ് അലറിക്കൊണ്ട് വീണ്ടും 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 ദുശാസനന്റെ മാറിൽ നിന്ന് വരുന്ന ചോര ഭീമൻ അങ്ങ് കുടിച്ചു. ദുശാസന വധം കണ്ടപ്പോഴേക്കും കൗരവ വംശത്തിലുള്ള എല്ലാവരും പേടിച്ചു. എല്ലാവരും അയ്യോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സഹോദരൻ മരിച്ചത് കണ്ടപ്പോഴേക്കും ദേഷ്യം കൊണ്ട് എന്താ പറയാ, സഹിക്കാൻ പറ്റാത്ത വൃഗോദരൻ എന്ത് ചെയ്തു, നേരെ ഭീമനോട് എതിർക്കാൻ വന്നു. വൃഗോദരനെയും കൊന്നു. ഒരു സെക്കൻഡ് കൊണ്ട് തട്ടിക്കളഞ്ഞു. അത് കണ്ടപ്പോഴേക്കും കർണൻ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങി. അയ്യോ, ഇനി എൻ്റെ മാറും പോവല്ലോ എന്നുള്ള പേടി കർണന് തുടങ്ങി. ഒരു രാക്ഷസനെ പോലെ ഈ ഭീമൻ ചോരയും കുടിച്ച് യുദ്ധഭൂമിയിൽ നൃത്തം വെക്കുകയാണ്. അത് കണ്ടപ്പോഴേക്കും ശല്യരൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ കർണനെ. ഇവൻ എൻ്റെ പിന്നീ രഥത്തിൽ തന്നെ ഉണ്ടോ അതോ ഇവൻ ചാടിപ്പോയോ? അങ്ങനെ ശല്യര് നോക്കുമ്പോഴത്തേക്ക് കർണൻ കിടന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ വിറക്കിയാണ്. അപ്പം ശല്യര് കുറച്ച് എന്താ പറയാ, കുറച്ച് വാക്കുകൾ കൊണ്ടൊക്കെ ഒന്ന് ധൈര്യം കൊടുത്തു. പൗരുഷശാലിയായ കർണൻ ക്ഷാത്രധർമ്മം അനുസരിച്ച് പാണ്ഡവരോട് എതിരിടേണ്ട ഒരാളാണ്, ഇങ്ങനെ വിറയ്ക്കാൻ പാടില്ല കേട്ടോ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. കൗരവരുടെ ആശയും പ്രതീക്ഷയും ഒക്കെ ഇപ്പോൾ കർണനിലാണ്. അത് മറക്കണ്ട കർണ. ദുര്യോധനാദികൾ മൊത്തം കർണനെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങേക്ക് മാത്രമേ അർജുനനെ കൊല്ലാൻ പറ്റൂ, ഞാൻ പോലും വിചാരിച്ചാൽ പറ്റില്ല എന്നാര് പറഞ്ഞു? ശല്യർ. ഇത് കേട്ടപ്പോഴേക്കും കർണൻ ശരിയാണ്, എന്നെ കൊണ്ടേ പറ്റൂ, ഞാനങ്ങനെ തളരാൻ പാടില്ല, ഞാൻ തളർന്ന എൻ്റെ വില പോയി പോവും എന്ന് കർണൻ വിചാരിച്ചു. വീണ്ടും കർണൻ നല്ല ഉത്സാഹത്തോടെ ചാടി ആവേശത്തിന് തുടങ്ങി. കർണന്റെ മകനായിരിക്കുന്ന വൃഷസേനനും നകുലനും കൂടിയുള്ള യുദ്ധമാണ് പിന്നെ അവിടെ നടന്നത്. കർണന്റെ മകനായിരിക്കുന്ന വൃഷസേനനും നകുലനും കൂടി ഭയങ്കരം ഒരു യുദ്ധം തുടങ്ങി. നകുലന്റെ വില്ലും വാളും തേരും എല്ലാം കൂടി കർണന്റെ മകന്റെ ശരമേറ്റിട്ട് അങ്ങോട്ട് തകർന്നു പോയി എന്നുള്ളതാണ്. കർണന്റെ മകന്റെ പേരെന്താണ്? വൃഷസേനൻ. വൃഷസേനന്റെ നകുലന്റെ വില്ലും വാളും തേരും ഒക്കെ കർണന്റെ മകനായ വൃഷസേനന്റെ ശരമേറ്റിട്ട് എല്ലാം തകർന്നു പോയി. വൃഷസേനന്റെ ശരത്തിന്റെ വേഗം, വൃഷസേനൻ എന്ന് പറയുന്നത് കർണന്റെ മകനാണ് കേട്ടോ. വൃഷസേനന്റെ ശരത്തിന്റെ വേഗം സഹിക്കാൻ പറ്റാതെ നകുലൻ എന്ത് ചെയ്ത് ഓടി ഭീമന്റെ രഥത്തിൽ കയറി. അയ്യോ, വൃഷസേനൻ ഭയങ്കരം പോരാളിയാന്നുള്ള ഭാവത്തിൽ ഓടിക്കേറി ഭീമന്റെ രഥത്തിലേക്ക്. എന്നിട്ട് പറഞ്ഞു, എന്നെ വേഗം രക്ഷിച്ചോ, ഇല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലും എന്നും പറഞ്ഞോണ്ട്. ഉണ്ട്, അത് വേറെ ഒരു പേരുണ്ട്, അത് നേരത്തെ ഞാൻ ആ സ്റ്റോറി പറഞ്ഞിരുന്നു. ഓടി അങ്ങോട്ട് കയറി. അപ്പോഴേക്കും പാർത്ഥൻ നോക്കുമ്പം രക്ഷിക്കൂന്നും പറഞ്ഞുകൊണ്ട് നകുലൻ ഓടി കയറാണ് ഭീമന്റെ രഥത്തിലേക്ക്. അപ്പോഴേക്കും നേരെ പാർത്ഥൻ ഓടിയെത്തി. പാർത്ഥന് മനസ്സിലായി എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ട് എന്ന്. വൃഷസേനൻ പാർത്ഥനോട് എതിരിടാൻ തുടങ്ങി. ഉഗ്രമായിട്ട് പോരാടിയെങ്കിലും എന്താ ഉണ്ടായത്? ഉഗ്രമായിട്ട് പോരാടിയെങ്കിൽ കൂടിയും കിരീടി കർണപുത്രന്റെ മർമ്മങ്ങൾ പിളർന്ന് കയ്യും കാലും എല്ലാം അറുത്തങ്ങോട്ട് നീക്കി. ഫുൾ അറുത്തങ്ങോട്ട് കൊന്നുകളഞ്ഞു. തൻ്റെ മകനെ വീഴ്ത്തുന്നത് കണ്ടിട്ട് കർണൻ അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. കർണന് കൺട്രോൾ പോവാണ്, സ്വന്തം മോനയിലേക്ക് കൊല്ലുന്നത്. പാർത്ഥന്റെ നേരെ ചെന്നിട്ട് കർണൻ ഭയങ്കരമായിരിക്കുന്ന ശരങ്ങൾ അങ്ങോട്ട് അർജുനന്റെ നേരെ വിട്ടു. കർണന്റെ വരവ് കണ്ടപ്പോഴേക്കും ഇങ്ങനെ ഭയങ്കര സ്റ്റൈലിൽ നടന്നു വരികയാണ്, ഭയങ്കര ദേഷ്യത്തോടെ. അത് കണ്ടപ്പോഴേക്കും കൃഷ്ണൻ പറഞ്ഞു, അർജുന, ഇതാ കർണൻ നേരിട്ട് വരുന്നുണ്ട്. പുത്രവധം കൊണ്ട് കുപിതനായിട്ടാണ് അവൻ വരുന്നത്. നിനക്കല്ലാതെ മറ്റാർക്കും അവന്റെ അസ്ത്രങ്ങളെ തടുക്കുവാനുള്ള ശക്തിയില്ല പാർത്ഥ. ഇനി ഒട്ടും വൈകാതെ അവനെ വധിക്കുകയേ വേണ്ടൂ. മഹേശ്വരനും ദേവന്മാരും നൽകിയിട്ടുള്ള വരങ്ങളെല്ലാം ഇപ്പോൾ സഫലമാവട്ടെ. കൃഷ്ണന്റെ റൈറ്റ് വേ കാണിച്ചു കൊടുത്തു. കൃഷ്ണൻ അങ്ങോട്ടേക്ക് പക്ക ടൈം ടു ടൈം അങ്ങ് കൃഷ്ണൻ അർജുനനെ വിളിച്ചിട്ട്, അർജുന വിടരുത്, കർണനെ വിട്ടുകൊടുക്കരുത് എന്നും പറഞ്ഞിട്ട് കൃഷ്ണൻ അങ്ങോട്ട് നേരിട്ട് അങ്ങോട്ട് വന്നു.
അർജുനൻ പറഞ്ഞു അപ്പോഴേക്കും, കൃഷ്ണ അങ്ങ് പറയുന്നത് ശരിയാണ്, കർണന്റെ നേരെ കുതിരകളെ വിടൂ. യുദ്ധത്തിൽ കർണനെ കൊല്ലാതെ ഒഴിയുന്നവനല്ല പാർത്ഥൻ. ഞാൻ ഇന്ന് അവനെ കൊന്നിരിക്കും. ഇന്ന് ഞാൻ കർണനെ കൊന്നിരിക്കും കൃഷ്ണ, അല്ലെങ്കിൽ കർണൻ എന്നെ കൊല്ലും കൃഷ്ണ. ത്രൈലോക്യമോ ഹനവും ഘോരവുമായ ആ യുദ്ധം അടുത്തെത്തിയിരിക്കുന്നു കൃഷ്ണ. ഇന്ന് ഇതിനൊരവസാനം ഞാൻ കാണിച്ചു തരാം. അത് കേട്ടപ്പോഴേക്കും കൃഷ്ണൻ എന്ത് ചെയ്തു? പാർത്ഥനെ അങ്ങോട്ട് അനുഗ്രഹിച്ചിട്ട് അശ്വങ്ങളെ, അതായത് കുതിരകളെ നേരെ കർണന്റെ അടുത്തേക്ക് വിട്ടു. കർണാർജുനന്മാർ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. കർണൻ, അർജുനൻ രണ്ട് പേരും നല്ല ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അർജുനന്റെ തേരിൽ ആര് നിൽക്കുന്നു? നമ്മുടെ കൃഷ്ണൻ നിൽക്കുന്നു. വെയിറ്റ് നോക്കട്ടെ. അങ്ങനെ രണ്ട് പേരും തമ്മിൽ നേരിട്ടൊരു യുദ്ധത്തിന് റെഡിയായി നിൽക്കുകയാണ്. ആരൊക്കെ? കർണനും അർജുനനും. ഇനി വിടില്ലാന്ന് തന്നെയുള്ള ഭാവത്തിൽ രണ്ട് കൂട്ടരും നിൽക്കുന്ന സമയത്ത് ഞാൻ എടുത്ത് വെച്ചിരുന്നു ആ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി, പക്ഷെ കാണുന്നില്ല. നമ്മുടെ പിന്നീട് ഞാൻ നാളെയോ മറ്റന്നാളോ എടുത്ത് കാണിച്ചില്ല. നല്ലൊരു പിക്കായിരുന്നു അത്. കൃഷ്ണനും അർജുനനും കർണനും കൂടെ ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് സൂര്യശോഭയുള്ള രണ്ട് തേരുകളിൽ അടുത്തടുത്ത് നിൽക്കുന്ന, അതായത് സൂര്യനെ പോലെ ജ്വലിക്കുകയാണ് രണ്ട് പേരുടെ തേരും. അങ്ങനെയുള്ള തേരുകളിൽ അടുത്തടുത്ത് നിൽക്കുന്ന തേജസ്വികളായിരിക്കുന്ന കർണനെയും അർജുനനെയും കണ്ടിട്ട് ലോകം മുഴുവൻ ആശ്ചര്യപ്പെട്ടു. കൗരവ സൈന്യത്തിലെ മഹാരഥന്മാർ കർണന് ചുറ്റുമങ്ങ് വന്നു കൂടി. മനസ്സിലായില്ലേ? നിർണായകമായിരിക്കുന്ന ആ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക? കർണൻ ജയിക്കോ അർജുനൻ ജയിക്കോ? ആര് തോൽക്കും? കർണനാണോ തോൽക്കുന്നത് അർജുനനാണോ തോൽക്കുന്നത്? ഇത് നിർണയിക്കാൻ ആർക്കും പറ്റുന്നില്ല. കാരണം രണ്ടും ഒരേപോലത്തെ വില്ലാളി വീരന്മാരാണ്. അപ്പം ആരാണ് തോൽക്കുക ആരാണ് ജയിക്കുക എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കണം. കൃഷ്ണാർജുന യുദ്ധം കാണാനായിട്ട് ദേവഗന്ധർവന്മാരും സിദ്ധചാരിണികളും മഹർഷിമാരും മറ്റും ആകാശത്തിൽ വന്ന് ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. ബ്രഹ്മാവും ബ്രഹ്മർഷിമാരോടും പ്രജാപതിമാരോടും ശിവനോടും ദിവ്യ വാഹനങ്ങളിൽ അങ്ങ് എത്തി. എല്ലാവരും ദിവ്യ വിമാനങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുകയാണ്. കർണനും അർജുനനും തമ്മിൽ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു. അർജുനന്റെ മുമ്പിൽ നമ്മുടെ കൃഷ്ണൻ നിൽക്കുന്നു. ഇനി എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് വളരെ എളുപ്പം നോക്കാന്നുള്ള ഭാവത്തിൽ എല്ലാവരും വന്ന് നിൽക്കുകയാണ്. ഓക്കെ, ദിവ്യ വിമാനങ്ങളിൽ വന്ന് എല്ലാവരും വന്ന് നിൽക്കുകയാണ്. അവരിൽ അർജുനൻ കർണനെ ജയിക്കട്ടെ എന്ന് ആര് പറഞ്ഞു? ഇന്ദ്രൻ പറഞ്ഞു. അർജുന നീ കർണനെ ജയിക്കൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞു. ഉടനെ തന്നെ കർണൻ അർജുനനെ ജയിക്കട്ടെ എന്ന് ആര് പറഞ്ഞു? സൂര്യനും പറഞ്ഞു. കാരണം ഇന്ദ്രന്റെ മകനാണ് അർജുനൻ, സൂര്യന്റെ മകനാണ് കർണൻ. ഓക്കെ, തൻ്റെ മകൻ ജയിക്കണമെന്ന് ഇന്ദ്രനും തൻ്റെ മകൻ ജയിക്കണമെന്ന് സൂര്യനും ആഗ്രഹിച്ചു. രണ്ടുപേരും അതങ്ങോട്ട് ആശംസിച്ചു. ദേവന്മാർ രണ്ട് പക്ഷത്തായപ്പോൾ ബ്രഹ്മാവും ശിവനും വന്നിട്ട് അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ധർമ്മത്തിനാണ് എപ്പോഴും ജയം സിദ്ധിക്കുക. ഫാൽഗുനൻ സത്യധർമ്മ നിരതനാണ്. ധർമ്മമൂർത്തിയായിരിക്കുന്ന കൃഷ്ണനാണ് അർജുനന്റെ സാരഥി. അതുകൊണ്ട് പാർത്ഥന് വിജയം സുനിശ്ചിതമാണ്. കർണന് ശുഭങ്ങളായിരിക്കുന്ന ദിവ്യലോകങ്ങൾ കർണന് പ്രാപിക്കാം. സ്വർഗത്തിൽ ഭീഷ്മദ്രോണരോടൊപ്പം പൂജയേൽക്കുവാൻ കർണന് സാധിക്കും. അത് കേട്ടപ്പം ഇന്ദ്രന് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, എൻ്റെ മകൻ ഇപ്പം ജയിക്കും, അർജുനൻ ഇപ്പം ജയിക്കും. എന്തായാലും ഭീഷ്മരുടെയും ദ്രോണരുടെയും കൂടെ കർണന് സ്വർഗലോകത്തിൽ പൂജ ലഭിക്കും. ഇത്രയേ പറ്റൂ. കർണനും അർജുനനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പേരും തുല്യമായിരിക്കുന്ന പരാക്രമികളായതുകൊണ്ട് ജയവും പരാജയവും രണ്ടു പേർക്കും തുല്യമാണ്.
കൗരവന്മാരെല്ലാവരും കൂടെ ഉത്കണ്ഠയോടുകൂടി നോക്കി നിൽക്കുകയാണ്, എന്താ ഇവിടെ സംഭവിക്കാൻ പോണത്. അപ്പോഴാണ് നമ്മുടെ അശ്വത്ഥാമാവ് വന്നിട്ട് ദുര്യോധനനെ വിളിച്ചു. അശ്വത്ഥാമാവ് വന്ന് ദുര്യോധനനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ദുര്യോധനനെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് അശ്വത്ഥാമാവ് പറയാണ്, മഹാരാജാവേ കേൾക്കുക, ഈ യുദ്ധം സർവനാശത്തിലേക്കാണ് പോകുന്നത്. മഹാരഥന്മാരും അജയന്മാരുമായിരിക്കുന്ന ഭീഷ്മ പിതാമഹനും എൻ്റെ അച്ഛനും അടക്കം ഒരുപാട് പേര് മരിച്ചുപോയി. ഭയങ്കരമായിട്ട് മകൻ മരിച്ച വിഷമത്തില് കർണൻ എന്ത് ചെയ്യുന്നു പറയാൻ പറ്റില്ല. ഇനിയെങ്കിലും പാണ്ഡവന്മാരുമായിട്ട് സന്ധി ചെയ്യൂ മഹാരാജാവേ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ വേറെ ഒന്നും ആലോചിക്കരുത്. ബാക്കിയുള്ള രാജാക്കന്മാരെല്ലാം അവരവരെ രാജ്യങ്ങളിലേക്ക് പോട്ടെ, നമ്മളിപ്പോൾ യുദ്ധം ചെയ്യണ്ട. അർജുനനെ ഞാൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം. യുധിഷ്ഠിരന് ആരോടൊരു ദേഷ്യവും ഇല്ല മഹാരാജാവേ. അദ്ദേഹം പറഞ്ഞാൽ മറ്റു പാണ്ഡവന്മാരൊക്കെ അനുസരിക്കും. ഇതാണ് മഹാരാജാവേ ഇപ്പൊ ബുദ്ധി. കർണനെയും ഞാൻ പിന്തിരിപ്പിക്കാം, അർജുനനെയും ഞാൻ പിന്തിരിപ്പിക്കാം. യുധിഷ്ഠിരൻ നല്ല മനുഷ്യനാണ്, യുധിഷ്ഠിരന് ഒരു കുഴപ്പമില്ല. അങ്ങൊന്ന് പറഞ്ഞാൽ മാത്രം മതി മഹാരാജാവേ, ഇല്ലെങ്കിൽ കർണനും അർജുനും തമ്മിലെ യുദ്ധത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. ഞാൻ പറയുന്നത് കേൾക്ക്, കുലത്തിനും രാജ്യത്തിനും നമ്മൾ എപ്പോഴും ഗുണമായിരിക്കണം. മനസ്സിലായില്ലേ? യുദ്ധം അവസാനിപ്പിച്ച് പാണ്ഡവന്മാരോടുകൂടി സുഖമായിരിക്കും മഹാരാജാവേ, ഇല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നമാവും. ബുദ്ധിപൂർവ്വം ആലോചിച്ച് തീർച്ചപ്പെടുത്തു. കർണനും അർജുനനും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ ദുര്യോധനനുണ്ടോ ഇവിടുന്ന്? ദുര്യോധനൻ പറയാണ്, സ്നേഹിത, താങ്കൾ പറയുന്നത് കാര്യമാണ്. എന്നാൽ അഹങ്കാരിയായിരിക്കുന്ന ഭീമസേനൻ പുലിയെ പോലെ ചാടി വീണ് ദുശാസനനെ വധിച്ചപ്പോൾ അങ്ങ് പറഞ്ഞ വാക്കുകൾ ആർക്കാണ് ക്ഷമിക്കാൻ സാധിക്കുക? അങ്ങ് എന്താ അത് മനസ്സിലാക്കാത്തത്? അങ്ങും അത് കേട്ടതല്ലേ? ഏതായാലും അർജുനന് കർണനെ വധിക്കുവാൻ സാധിക്കുകയില്ല. മഹാമേരുവിനെ മാരുതന് വീഴ്ത്താൻ കഴിയുമോ? പാണ്ഡവന്മാർ ഒരിക്കലും എന്നോട് ഇണങ്ങി നിൽക്കുവാൻ പോകുന്നില്ല സ്നേഹിത, അത് മനസ്സിലാക്കൂ. അവർക്ക് എന്നോട് അത്രയും പകയുണ്ട്. ഈ യുദ്ധത്തിൽ കർണൻ ജയിക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അർജുനനെ രാധേയൻ കൊല്ലുക തന്നെ ചെയ്യും. അങ്ങനെ യുദ്ധം അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും കർണനെ തടയരുത്. അന്തിമ വിജയം എനിക്കാണ്. ദുര്യോധനന്റെ ഈ സംസാരെല്ലാം കൂടി കേട്ടപ്പോഴേക്കും ദ്രോണാചാര്യരുടെ മകൻ അശ്വത്ഥാമാവിന് എന്താ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാന്ന് ഒരു ഐഡിയ ഇല്ല. എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, എന്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? വെട്ടാൻ പോകുന്ന പോത്തിന്റെ തലയിൽ വേദം ഓതിയിട്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ദുര്യോധനനോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് അശ്വത്ഥാമാവിന് മനസ്സിലായി. കർണനും അർജുനനും തമ്മിൽ ഭയങ്കരം യുദ്ധം നടക്കുകയാണ്. ശരജാലം കൊണ്ട് ആകാശം മുഴുവൻ മൂടി, ശരങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് മൂടി. രണ്ട് ഭാഗത്തും ജനങ്ങൾ നിന്നിട്ട് കർണനെയും പ്രോത്സാഹിപ്പിക്കുന്നു, അർജുനനെയും പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടു പേരും അയക്കുന്ന ദിവ്യാസ്ത്രങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പം പാർത്ഥൻ ജയിക്കുമെന്ന് കർണനും തോന്നി, കർണൻ ജയിക്കുമെന്ന് പാർത്ഥനും തോന്നി. ഓരോ പക്ഷത്തിലുള്ള ജനങ്ങളും ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുനന് ക്ഷീണം തോന്നുമ്പോഴെല്ലാം കൃഷ്ണൻ എന്ത് ചെയ്യുന്നറിയോ? കർണൻ ചെയ്ത കുറേ നീച പ്രവർത്തികളുണ്ട്, അതെല്ലാം കൃഷ്ണൻ എടുത്തിടും എരിവ് കൂട്ടിക്കൊടുക്കാൻ. അർജുനൻ വന്നിട്ട്, അയ്യോ കൃഷ്ണ, പാർത്ഥ നീ മറന്നു പോവരുത്, കർണൻ എന്തെല്ലാം ചെയ്തു, പാഞ്ചാലി എന്തെല്ലാം ചെയ്തു, എന്തൊക്കെ ചെയ്തിട്ടുണ്ട് നീ ഓർക്കണം. ഉടനെ അർജുനൻ എഴുന്നേൽക്കും, കൃഷ്ണ ഞാനൊന്നും മറന്നിട്ടില്ല, എന്നിട്ട് വേഗം അടി ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ കൃഷ്ണൻ ഇങ്ങനെ ആളി കത്തിപ്പിച്ച് 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 ഉത്സാഹം കൊടുത്തുകൊണ്ടേയിരുന്ന് നമ്മുടെ അർജുനന് ബ്രഹ്മാസ്ത്രം, ആഗ്നേയാസ്ത്രം, നാഗാസ്ത്രം, അങ്ങനെയുള്ള ഒരുപാട് 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 അസ്ത്രങ്ങളൊക്കെ എല്ലാം പ്രത്യക്ഷപ്പെടുത്തി എല്ലാം ഉപയോഗിക്കുകയാണ് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇങ്ങനെ പൊരിഞ്ഞ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മെല്ലെ 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 സുഖം പ്രാപിച്ചു വരികയാണ് ആര്? നമ്മുടെ യുധിഷ്ഠിരൻ. കൃഷ്ണാർജുനന്മാരുടെ യുദ്ധം ഒന്ന് കണ്ടാ കൊള്ളാമെന്ന് വിചാരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ വന്നു. ധർമ്മരാജാവിനെ കണ്ടപ്പം എല്ലാവർക്കും എന്തെന്നില്ലാത്ത സന്തോഷം. നമ്മുടെ യുധിഷ്ഠിരനെ കണ്ടപ്പോഴേക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷം വന്ന് എല്ലാവർക്കും. എല്ലാവരും അർജുനനെ ജയ് വിളിച്ചു. പാർത്ഥൻ കി ജയ് എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അർജുനനെ ജയ് വിളിക്കാൻ തുടങ്ങി. ധർമ്മപുത്രനെ എല്ലാവരും അങ്ങോട്ട് എതിരേൽക്കാനും തുടങ്ങി. കൃഷ്ണാർജുനന്മാർക്ക് അപ്പോഴേക്കും ഭയങ്കര ദേഷ്യമായി കർണനോട്. കർണൻ അതിനേക്കാൾ ദേഷ്യമായി.
യുദ്ധം കുറച്ചും കൂടി ഭയങ്കരമായി. യുധിഷ്ഠിരൻ വന്നപ്പോഴേക്കും വലിയ ശക്തിയോടെ ആഞ്ഞു വലിക്കുന്ന സമയത്ത് പാർത്ഥൻ്റെ ഞാണൊന്ന് മുറിഞ്ഞുപോയി. പാർത്ഥൻ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ വലിക്കുകയാണ് അർജുനൻ. അപ്പോഴേക്കും ആ ഞാണ് പെട്ടെന്ന് മുറിഞ്ഞുപോയി. ആ സമയത്ത് കർണൻ നോക്കുമ്പം പാർത്ഥൻ്റെ ഞാണ് മുറിഞ്ഞു. കർണൻ വിടുവോ? പാർത്ഥൻ കിടന്നിട്ട് എങ്ങനെയെങ്കിലും ഞാണ് വലിച്ചു കെട്ടാൻ ശ്രമിക്കുകയാണ്. പാർത്ഥൻ ഞാണ് വലിച്ചു കെട്ടാൻ നോക്കുന്നു, കൃഷ്ണനെ നോക്കുന്നു, നേരെ കർണനെ നോക്കുന്നു. ആ സമയം നോക്കി കർണൻ എന്ത് ചെയ്തു? ഇഷ്ടം പോലെ ശരങ്ങൾ അങ്ങോട്ട് അർജുനൻ്റെ നേരെ വിട്ടു. ചിറകുള്ള നാരാജങ്ങളെ കൊണ്ട് കൃഷ്ണൻ്റെ ദേഹവും മുറിഞ്ഞു. ഒരു സമയത്ത് കൃഷ്ണൻ്റെ ദേഹത്തും ആ കർണൻ്റെ ശരം കൊണ്ട് കൃഷ്ണൻ്റെ ശരീരവും മുറിഞ്ഞു. അത് കണ്ടപ്പോഴേക്കും കൗരവന്മാരങ്ങോട്ട് ആർത്ത് വിളിക്കുകയാണ്, കർണൻ ജയിച്ചു, കർണൻ ജയിച്ചു എന്നും പറഞ്ഞിട്ട്. പക്ഷേ കൃഷ്ണൻ്റെ ശരീരം മുറിഞ്ഞ് ചോര വരുന്നത് അർജുനൻ കണ്ടപ്പോഴേക്കും അർജുനൻ പറഞ്ഞു, കർണാന്നും വിളിച്ചുകൊണ്ട് ഞാനങ്ങോട്ട് അർജുനൻ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കെട്ടിയിട്ട് നേരെ ആയുധമില്ലാതെ നിൽക്കുന്ന കർണൻ കാണിച്ച അർജുനൻ ആയുധമില്ലാതിരുന്ന സമയത്ത് കർണൻ കാണിച്ച അധർമ്മവും അതിക്രമവും കൂടി കണ്ടപ്പോഴേക്കും പാർത്ഥൻ അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് പാർത്ഥൻ്റെ അസ്ത്രങ്ങൾ കണ്ട് കൗരവ സൈന്യം മുഴുവൻ യുദ്ധഭൂമിയിൽ നിന്ന് ഓടിപ്പോയി. കൃഷ്ണന്റെ നേരെയാണോ കർണ നീ വിട്ടത് എന്നും പറഞ്ഞുകൊണ്ട് അർജുനൻ അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറിയപ്പോഴേക്കും കൗരവ സൈന്യം മുഴുവൻ രക്ഷപ്പെട്ടു ഓടി. നിന്നില്ല, ഒരെണ്ണം നിന്നില്ല. കർണൻ പക്ഷെ കുലുങ്ങിയില്ല. അവൻ അർജുനന്റെ നേരെ പാഞ്ഞങ്ങോട്ട് കയറിയിട്ട് എതിർക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അശ്വസേനൻ എന്ന ഒരു ഉഗ്രനാഗം, ഭയങ്കരം ശക്തിയുള്ളൊരു പാമ്പ്, ഒരു നാഗം പാതാളത്തിൽ നിന്ന് അങ്ങോട്ട് ഓടി വരികയാണ്. വന്ന് അവിടെ എത്തി. പണ്ട് ഗാണ്ഡവദാഹത്തില് അർജുനൻ തൻ്റെ അമ്മയെ കൊന്നതിലുള്ള പക വീട്ടാൻ വേണ്ടിയാണ് അശ്വസേനൻ വന്നിരിക്കുന്നത്. വെയിറ്റ്, അതുണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ കാണിച്ചിടാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഓക്കെ, ഉണ്ടോ നോക്കട്ടെ. ഞാൻ എടുത്ത് വെച്ചിരുന്നു. ഈ അശ്വസേനൻ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള ഒരു പാമ്പാണ്. ആ പാമ്പിനെ കൊല്ലാൻ വേണ്ടി, പാമ്പിനെ ഒരു മിനിറ്റ് എടുത്തരാം. അത് കണ്ടപ്പോഴേക്കും ഒരു മിനിറ്റ് നോക്കട്ടെ, കിട്ടുമെന്നറിയില്ല. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കിട്ടി, കാണിച്ചു തരാം. അശ്വസേനൻ എന്ന് പറയുന്ന ആ പാമ്പിൻ്റെ അമ്മയെ പണ്ട് അർജുനൻ കൊന്നിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത് കണ്ടപ്പോഴേക്കും ആ പക വീട്ടാൻ വേണ്ടിയാണ് ആ നാഗം വന്നിരിക്കുന്നത് പാതാളത്തുനിന്ന്. ആ സമയത്ത് മെല്ലെ ഇഴഞ്ഞു ചെന്നിട്ട് ഈ നാഗം എന്ത് ചെയ്തു എന്നറിയോ? നമ്മുടെ കർണൻ്റെ ആവനാഴിയിലേക്ക് കയറിക്കൂടി. ഒരസ്ത്രത്തിനുള്ളിൽ പോയിട്ട് ഈ നാഗം അങ്ങ് ഒളിച്ചങ്ങടിരുന്നു. കർണൻ അയക്കുന്ന ബാണങ്ങളൊക്കെ അർജുനൻ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർണൻ നാഗാസ്ത്രം എടുത്തങ്ങ് പൂജിച്ച് എന്താ പറയുക, മന്ത്രിച്ച് അർജുനൻ്റെ നേരെ അങ്ങോട്ട് കർണൻ വിടുന്നത്. ആ അസ്ത്രത്തിനുള്ളിലാണ് ആരൊളിച്ചിരുന്നത്? നമ്മുടെ അശ്വസേനൻ എന്ന് പറയുന്ന നാഗം ഒളിച്ചിരുന്നത്. തടുക്കാൻ കഴിയാത്ത നാഗാസ്ത്രമാണ് അർജുനൻ്റെ കണ്ടത്തിന് നേരെ, അർജുനൻ്റെ കഴുത്തിൻ്റെ നേരെ വരുന്നത്. ആർക്ക് മനസ്സിലായി? കൃഷ്ണന് മനസ്സിലായി. കാരണം കർണൻ്റെ ആവനാഴിക്കുള്ളിൽ പോയിട്ടാണ് അശ്വസേനൻ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അശ്വസേനൻ എന്ന് പറയുന്ന ആ നാഗം തന്നെയാണ് ഈ കർണൻ എടുത്തിട്ട് അങ്ങോട്ട് പൂജിക്കുന്നത്, അല്ല മന്ത്രിക്കുന്നത്. മന്ത്രിച്ചു നേരെ അർജുനൻ്റെ നേരെ വിടുകയാണ്. അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റാത്ത വലിയ വിഷം നിറഞ്ഞൊരു ശരമാണ് അർജുനൻ്റെ കഴുത്തിൻ്റെ നേരെ വരുന്നത് എന്ന് കണ്ടപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ നോക്കുമ്പോൾ അശ്വസേനൻ എന്ന് പറയുന്ന ഒരു നാഗത്തെയാണ് ഇവൻ പ്രാർത്ഥിച്ചു വിടുന്നത്.
അത് അർജുനന്റെ കഴുത്തിന്റെ നേരെയാണ് വരുന്നതെന്ന് കണ്ടപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ വലത് കാലൊന്ന് മണ്ണിൽ അങ്ങോട്ട് ചവിട്ടി തേരൊന്ന് അങ്ങോട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യിച്ചു. ആ ചവിട്ടലിന്റെ ഫലമായിട്ട് കുതിരകളെല്ലാം മുട്ടുകുത്തി തേരൊന്ന് കുലുങ്ങി. ആ ഒരൊറ്റ കാരണം കൊണ്ട് മിന്നൽ പോലെ ആ ഉജ്ജ്വലവും അതിഭയങ്കരവുമായിരിക്കുന്ന അമോഘമായിരിക്കുന്ന ആ ഒരു നാഗാസ്ത്രം എവിടെ? അർജുനന്റെ കിരീടത്തിലാണ് തട്ടിയത്. അല്ലെങ്കിൽ അത് അർജുനന്റെ കഴുത്തിൽ തട്ടിയേനെ. രത്നചിതവും ഇന്ദ്രനാൽ സമ്മാനിതവുമായിരിക്കുന്ന ആ കിരീടം അങ്ങ് തലേന്ന് തെറിച്ചുപോയി. അതാണ് ഭഗവാൻ നമ്മളുടെ കണ്ണിന് വരാനുള്ളത്, കണ്ണിന്റെ പിരുകത്തിൽ തട്ടിക്കുന്നത് പോലെ. അപ്പോ അർജുനൻ ഒരാപത്തും പറ്റിയില്ല, അർജുനനെ വധിക്കാൻ പറ്റിയില്ല. അർജുനൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. കാരണം 1 സെക്കൻഡ് കൊണ്ടാണ് ഭഗവാൻ അത് അവിടെ ചെയ്തു വെച്ചത്. കാണിച്ചുതരാം, കാണണ്ടേ? സി, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു. ആ ഒരു സീൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് മനസ്സിലാവും. ഓക്കെ, വെയിറ്റ് ചെയ്യും. ഇത് കണ്ടോളൂ കേട്ടോ, ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മനസ്സിലായില്ലേ? ഭഗവാന്റെ ആ ഒരു അവസരോചിതമായ ഇടപെടലുകൾ കൊണ്ട് എന്തുണ്ടായി? അർജുനന് ഒരാപത്തും പറ്റിയില്ല. ഭഗവാൻ ചട്ടപ്പട്ടേന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അവിടെ തീർത്ത് കളഞ്ഞു. അങ്ങനെ കർണൻ അങ്ങോട്ട് ഇത് കണ്ടപ്പോഴേക്കും വല്ലാതെ അങ്ങ് കർണൻ ഞെട്ടിപ്പോയി. അർജുനനെ വധിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ദേഷ്യമായിരുന്ന ആർക്ക്? കർണനേക്കാൾ കൂടുതൽ അശ്വസേനൻ എന്ന് പറയുന്ന ആ നാഗത്തിന്. തന്നെ ഒരിക്കൽ കൂടെ അസ്ത്രം ഉപയോഗിക്കണമെന്നും എന്നാൽ അർജുനനെ കൊല്ലാമെന്നും അശ്വസേനൻ വന്ന് പറഞ്ഞു. കർണന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു വട്ടം കൂടി എന്താ പറയുന്നത്, ഒരു വട്ടം കൂടി, അത് തക്ഷക് എന്ന് പറയുന്ന നാഗം തന്നെയാണ്. അപ്പം ഒരു വട്ടം കൂടി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഉപയോഗിക്കണം എന്നും പറഞ്ഞിട്ട് ഈ അശ്വസേനൻ വന്ന് പറയുകയാണ്. ആരോട്? കർണനോട്. പക്ഷെ കർണൻ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നീ മതി, നിന്റെ ഇടപാടുകളെ നിർത്തിയേക്ക്, നിന്നെ കൊണ്ടൊന്നും അത് നടക്കുന്ന കേസ് കേട്ടല്ല എന്ന് കർണൻ പറഞ്ഞു. മറ്റാരുടെയും സഹായം ഇല്ലാതെ തന്നെ എനിക്ക് കൊല്ലാൻ അറിയാം അർജുനനെ എന്ന് പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് കർണൻ എന്ത് ചെയ്ത് നേരെ അശ്വസേനനോട് പറഞ്ഞു, നീ പൊക്കോ, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ നിന്റെ വീട്ടിൽ പോയിരിക്കും, നീ ഇനി ഇവിടെ വരികയേ വേണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട്. പിന്നീട് തന്നെ ആക്രമിക്കാൻ വന്ന അശ്വസേനനെ എന്ത് ചെയ്ത്? വീണ്ടും അശ്വസേന ഇതൊന്നും കേട്ടിട്ട് അടങ്ങില്ല. അശ്വസേനനെ സ്വന്തം അമ്മയെ കൊന്നതാണല്ലോ അർജുനൻ, അത് കാരണം അശ്വസേന വിടാൻ പാടില്ല അർജുനനെ എന്നുള്ള. പക്ഷെ അശ്വസേനൻ വീണ്ടും അർജുനന്റെ നേരെ വന്നപ്പോഴേക്കും ഭഗവാൻ എന്ത് ചെയ്തു? അർജുന തട്ടിയേക്കെന്ന് പറഞ്ഞു. ഭഗവാന്റെ തീരുമാനപ്രകാരം അർജുനൻ തക്ഷസേനനെ കൊന്നുകളഞ്ഞു. അശ്വസേനനെ കൊന്നുകളഞ്ഞു. പിന്നെയും യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർണൻ എന്ത് ചെയ്ത്? കർണനെ കൊണ്ടാവുന്ന ശക്തി മുഴുവൻ കർണൻ എടുക്കുന്നുണ്ട് അർജുനനെ കൊല്ലാൻ. പക്ഷേ കൃഷ്ണസഖനായിരിക്കുന്ന പാർത്ഥൻ, അതായത് കൃഷ്ണന്റെ കൂടെ ഉണ്ടായിരുന്ന പാർത്ഥൻ യമദണ്ഡം പോലെയുള്ള ശരങ്ങൾ കൊണ്ട് കർണന്റെ കിരീടവും കുണ്ടലങ്ങളും എല്ലാം വീഴ്ത്തിക്കളഞ്ഞു. തൻ്റെ കവചവും പൊട്ടിത്തെറിച്ച് അർജുനന്റെ ശരയേറ്റപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക, കർണന്റെ കവചങ്ങളെല്ലാം പൊട്ടിച്ചു. രാധേനാകെ പേടിച്ചു. അയ്യോ, എന്താ സംഭവിക്കാൻ പോണെന്ന് പേടിച്ചു. അവശനായി തീർന്നു ആര്? കർണൻ. പക്ഷേ പാർത്ഥൻ അപ്പോഴും അവനെ കൊന്നില്ല. അർജുനൻ ആ സമയത്തും കർണനെ കൊന്നില്ല. ആ അവസ്ഥയിൽ ഉടനെ കർണനെ വധിക്കാൻ കൃഷ്ണൻ പ്രേരിപ്പിച്ചെങ്കിലും
പാർത്ഥൻ അല്പം താമസിച്ചപ്പോൾ കർണന് വീണ്ടും ധൈര്യം കിട്ടി. കർണൻ നോക്കുമ്പോൾ ആ സമയത്തും കൊല്ലുന്നില്ല, ആ സമയത്തും വെറുതെ വിട്ടു. അപ്പോൾ കർണന് കുറച്ചും കൂടെ ധൈര്യം കിട്ടി. എന്നെ കൊല്ലാൻ ഇവന് ധൈര്യമില്ല എന്നുള്ള ഭാവത്തിൽ വീണ്ടും അസ്ത്രപ്രയോഗം തുടങ്ങി. ആ സമയത്താണ് പണ്ടുണ്ടായ ബ്രാഹ്മണ ശാപം ആർക്ക് ഫലിച്ചത്? കർണന് ഫലിച്ചത്. കർണൻ്റെ രഥത്തിൻ്റെ ഒരു ചക്രം ഭൂമിയിലേക്ക് അങ്ങ് താഴ്ന്നുപോയി. തൻ്റെ മനസ്സിൽ ഭാർഗവൻ നൽകിയ ബ്രഹ്മാസ്ത്രം അത് തോന്നുന്നില്ല കർണന്. പരശുരാമനെ കൊണ്ട് 2 ശാപം കിട്ടിയിട്ടുണ്ടല്ലോ. കർണൻ്റെ രഥത്തിൻ്റെ ചക്രവും താഴ്ന്നുപോയി. കർണന് പെട്ടെന്ന് ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കണം എന്നുള്ള ഒരു ഓർമ്മയും കിട്ടുന്നില്ല. കർണനാകെ നടുങ്ങി. മരണകാലം അടുത്തു വരുമ്പോൾ അങ്ങനെ സംഭവിക്കും, ശാപം ഏൽക്കും. രഥചക്രം ഭൂമിയിലേക്ക് അങ്ങ് പൂണ്ടുപോയപ്പോഴേക്കും, അസ്ത്രം തോന്നാതെയും കൂടെ ചെയ്തപ്പോഴേക്കും ആകെപ്പാടെ കർണനൊരു വെപ്രാളവും ടെൻഷനും. കാരണം കർണൻ അത്രയും അധർമ്മം ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഒരുപാട് അധർമ്മം കർണൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ആ അധർമ്മത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആർക്ക് മനസ്സിലായി? കർണന് മനസ്സിലായി തുടങ്ങി. എന്നാൽ ആ സമയത്തൊന്നും കർണൻ അങ്ങോട്ടേക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത് സംഭവിച്ചിരിക്കുകയാണ്, എന്ത്? ശാപം ഫലിച്ചിരിക്കുകയാണ്. ഈ ശാപത്തിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും കർണന് എന്ത് സംഭവിക്കും? അപമൃത്യു സംഭവിക്കും. എന്നാൽ കർണൻ ഇങ്ങനെ നോക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കേ കർണൻ അങ്ങോട്ട് ദേഷ്യം കൊണ്ടിങ്ങനെ ചുമന്ന് തുടുക്കാണ്. ധർമ്മത്തെ ശപിക്കുകയാണ് കർണൻ. ഒരു തരത്തിലും കർണൻ ഇഷ്ടമില്ല, ധർമ്മത്തെ ശപിച്ചുകൊണ്ടാണ് കർണൻ നിൽക്കുന്നത്. ആ സമയത്ത് ധർമ്മപ്രധാനാം കിലപാദി ധർമ്മ ഇത്യഭ്രുമുവാൻ ധർമ്മവിദാ സദൈവ വയം ച ധർമ്മം പ്രയധാമാ നിത്യം ചർത്തും യഥാശക്തി യഥാശ്രുതം ച സചാബി നിഗ്നാത്നിധി ന പാധി ഭക്താൻ മന്യേന നിത്യം പരിഭാതി ധർമ്മ എന്ന് പറഞ്ഞാൽ, ധർമ്മം പാലിക്കുന്നവരെ ധർമ്മം രക്ഷിക്കുമെന്ന് ധർമ്മജ്ഞന്മാർ പറയുന്നു. നമ്മൾ ധർമ്മമാണ് പാലിക്കുന്നതെങ്കിൽ ആ ധർമ്മം നമ്മളെ രക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഞാൻ എപ്പോഴും ധർമ്മത്തെ മുറുകെ പിടിച്ച് ധരിച്ചതുപോലെ യഥാശക്തി അത് ചരിക്കാൻ യത്നിക്കുന്നു. എപ്പോഴും അർജുനൻ ധർമ്മത്തെയാണ് മുൻപിൽ പിടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ധർമ്മം ഭക്തന്മാരെ കാക്കുന്നില്ല, ധർമ്മം പരിപാലിക്കുന്നവരെ ധർമ്മം കാക്കുന്നില്ല എന്നുള്ള കാര്യം തീർച്ച തന്നെ എന്നാണ് ആര് പറയുന്നത്? കർണൻ പറയുന്നത്. അർജുനൻ ധർമ്മം തന്നെയാണ് മുറുകെ പിടിച്ചത്, പക്ഷെ കർണൻ പറയാണ് ഞാനും ധർമ്മം തന്നെയാണ് മുറുകെ പിടിച്ചത്, പക്ഷെ ആ ധർമ്മം എന്നെ രക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് കർണൻ അങ്ങ് കരയാൻ തുടങ്ങി. ശല്യൻ്റെ പ്രചോദനം കൊണ്ട് കർണൻ വീണ്ടും അസ്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. ശല്യം പറഞ്ഞു, നീ ഇങ്ങനെ ആവരുത് കർണ, പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോഴേക്കും കർണൻ വീണ്ടും പ്രയോഗം തുടങ്ങി. കൃഷ്ണാർജുനന്മാരെ വധിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ബ്രഹ്മാസ്ത്രം തന്നെയാണ് കർണൻ ഈ പ്രാവശ്യം അങ്ങ് തൊടുത്തു വിടുന്നത്. കൃഷ്ണന്റെ ഉപദേശം അനുസരിച്ചിട്ട് ആ അസ്ത്രത്തെയും ആര് തടുത്തു? നമ്മുടെ അർജുനൻ തടുത്തു കളഞ്ഞു. അഗ്നിതുല്യവും അത്യുഗ്രവും വിഷം വഹിക്കുന്നതുമായിരിക്കുന്ന ദിവ്യാസ്ത്രം, ഭയങ്കരം വിഷമുള്ള ഭയങ്കര ഉഗ്രമായിരിക്കുന്ന ഒരു ദിവ്യാസ്ത്രം എടുത്തിട്ട് രൗദ്രമായിരിക്കുന്ന ഒരു മന്ത്രം ജപിച്ച് വിടാൻ തുടങ്ങി. അപ്പം തന്നെ കർണൻ്റെ രഥത്തിൻ്റെ ചക്രം ഭൂമിയിൽ കുറച്ചും കൂടി താഴേക്ക് അങ്ങോട്ട് പോയി. രാധേന് തേരിൽ നിൽക്കാൻ പറ്റുന്നില്ല കർണന്, കാരണം ഇങ്ങനെയായി രഥം. അപ്പോൾ നിൽക്കാൻ പറ്റില്ലല്ലോ. അവൻ കണ്ണീരോടുകൂടി അർജുനനോട് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങ് തളർന്ന അവസ്ഥയിലായി കർണൻ. അപ്പം കർണൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഹേ പാണ്ഡവ, ക്ഷമിക്കൂ, അല്പം ക്ഷമിക്കൂ. ഭൂമിയിൽ ആണ്ടുപോയ ചക്രത്തോടു കൂടി ഈ തേര് നീ കാണുന്നില്ലേ പാർത്ത? ഈ ചക്രം ഞാൻ ഉയർത്തി തേര് ശരിയാക്കുന്നത് വരെ നീ കാത്തിരിക്കൂ അർജുന. നീചന്മാരുടെ മാർഗം നീ സ്വീകരിക്കരുത് അർജുന എന്നും പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് കർണൻ പറയാൻ തുടങ്ങി. മുടി അഴിഞ്ഞു പോയവൻ, പിന്തിരിഞ്ഞോടുന്നവൻ, ബ്രഹ്മവാദി, തൊഴുതു നിൽക്കുന്നവൻ, ശരണം പ്രാപിച്ചു നിൽക്കുന്നവൻ, ശസ്ത്രം വെച്ചവൻ, അതായത് ആയുധങ്ങൾ താഴെ വെച്ചവൻ, യാചിക്കുന്നവൻ, അമ്പ് തീർന്നു പോയവൻ, കവചമില്ലാത്ത ഒരാൾ, ആയുധം പോയ ഒരാൾ, ഇങ്ങനെയുള്ള കുറേ ആളുകളെ യുദ്ധത്തിൽ എന്താ ചെയ്യുന്നത്? വധിക്കാൻ പാടില്ല. അർജുന, നീ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശൂരനും സദ്വൃത്തനുമല്ലേ അർജുന? എന്നെ നീ ഈ സമയം ഉപദ്രവിക്കല്ലേ അർജുന? കർണൻ ചോദിച്ചു. അതുകൊണ്ട് ഭൂമിയിൽ താണുപോയി ഈ തേർചക്രത്തെ ഞാൻ ഒന്ന് പൊക്കിയെടുത്തോട്ടെ അർജുന, പൊക്കട്ടെ അർജുന, നീ എന്നെ ഉപദ്രവിക്കല്ലേ അർജുന,
തേരിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന എൻ്റെ നേരെ നീ ആയുധം പ്രയോഗിക്കുന്നത് ധർമ്മമല്ല അർജുന. അതുകൊണ്ട് ധർമ്മോപദേശം ഓർത്ത് നീ ഒന്ന് ക്ഷമിക്കൂ അർജുന, അല്പം ക്ഷമിക്കൂ അർജുന. വാസുദേവനാണ് ഈ സമയം ഇത് കേട്ടപ്പം അതിന് മറുപടി കൊടുത്തത്. കർണൻ അങ്ങ് കേട്ടെന്ന് യാചിക്കുകയാണ് അർജുനനോട്, എന്നോടൊന്നും ചെയ്യല്ലേ അർജുന അർജുന എന്നും പറഞ്ഞുകൊണ്ട് യാചിക്കുമ്പോൾ നമ്മുടെ കൃഷ്ണൻ വന്നിട്ട് ഒരു ചുട്ട മറുപടി അങ്ങോട്ട് കൊടുക്കണം. എടോ കർണ, ഭാഗ്യം തന്നെ നീ ഇപ്പോൾ ധർമ്മത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. നീചന്മാർ കഷ്ടത്തിൽപ്പെടുമ്പോൾ ദൈവത്തെ നിന്ദിച്ച് പറയും അല്ലേ നീ? സ്വന്തം ദുഷ്കർമ്മത്തിന്റെ ഫലമാണ്. എന്നോടല്ലേ നീ എതിർത്തത്? ഏകവസ്ത്രയായിരിക്കുന്ന പാഞ്ചാലിയെ കൗരവ സദസ്സിലേക്ക് പിടിച്ചുകൊണ്ടു വന്നപ്പോൾ നിന്റെ ഈ ധർമ്മബോധം എവിടെയായിരുന്നു കർണ? സഭയിൽ വെച്ച് ചൂതുകളി അറിയാത്ത ധർമ്മപുത്രനെ ശകുനി കള്ളച്ചൂത് കളിച്ച് തോൽപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു നിന്റെ ധർമ്മബോധം കർണ? ഭീമനെ നിന്റെ അറിവോടുകൂടിയല്ലേ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചത്, വിഷാന്നം ഭക്ഷിപ്പിച്ചത്? അന്നു നിന്റെ ധർമ്മബോധം ഞാൻ കണ്ടില്ലല്ലോ കർണ. വനവാസം കഴിഞ്ഞു വന്നപ്പോൾ കരാർ പ്രകാരം രാജ്യം മടക്കി കൊടുത്തുവോ കർണ? നീ അതിന് സമ്മതിച്ചുവോ? അന്നു നിന്റെ ധർമ്മബോധം എവിടെയായിരുന്നു കർണ? അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെ ചുട്ടരിക്കാൻ തീർച്ചപ്പെടുത്തിയപ്പോൾ നിന്റെ ധർമ്മബോധം എവിടെ പോയി കർണ? പോർക്കളത്തിൽ വെച്ച് പല മഹാരഥന്മാർ കൂടിച്ചേർന്ന് അഭിമന്യു കുമാരനെ വധിച്ചപ്പോൾ നിനക്ക് ധർമ്മബോധം ഉണ്ടാവാത്തത് എന്താണ് കർണ? അതിലൊന്നും ധർമ്മമില്ലെങ്കിൽ ഇപ്പോഴെന്തിനാണ് നീ ധർമ്മത്തെ പറ്റി സംസാരിക്കുന്നത്? ധർമ്മമൊക്കെ ചെയ്തവനായാലും നീ ജീവനോടെ നിന്നെ വിടുകയില്ല കർണ, ഇതെന്റെ തീരുമാനമാണ് എന്നും പറഞ്ഞ് കൃഷ്ണൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. ഭയങ്കര ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ കൃഷ്ണൻ ദേഷ്യപ്പെട്ടു. ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുവാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല. ആ അർഹതയെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു കർണ. ഇനി നീ ഇതിലൊന്നും കാണാത്ത ധർമ്മത്തെക്കുറിച്ച് നീ കൃഷ്ണൻ പറഞ്ഞത് കേട്ടിട്ട് കർണൻ അങ്ങോട്ട് ലജ്ജിച്ച് തലതാഴ്ത്തി. കർണൻ ഒന്നും പറയാനില്ല, ഒന്നും മറുപടി പറഞ്ഞില്ല കർണൻ. തേരിൻ്റെ ചക്രം പൊക്കുന്നത് വരെ പാർത്ഥൻ കാത്തു നിൽക്കില്ല എന്നും കൃഷ്ണൻ പറഞ്ഞു. അതോടുകൂടി കർണൻ വീണ്ടും അസ്ത്രപ്രയോഗം തുടങ്ങി. ബ്രഹ്മാസ്ത്രം, ആഗ്നേയാസ്ത്രം, വരുണാസ്ത്രം, വായവ്യാസ്ത്രം, അങ്ങനെ പല 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 അസ്ത്രങ്ങളും കർണൻ പ്രയോഗിച്ചു. ആ കൂട്ടത്തില് നല്ല തീക്ഷ്ണമായിരിക്കുന്ന ചില ശരങ്ങളും അർജുനന്റെ മാറിൽ തറച്ചു. അതോടുകൂടി പാർത്ഥൻ തളർന്നങ്ങട് തേരിലിരുന്നു. ആ തക്കം നോക്കി കർണൻ എന്ത് ചെയ്ത് തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് ചക്രങ്ങൾ ഉയർത്താൻ അങ്ങ് തുടങ്ങി. കൃഷ്ണന്റെ ഉപദേശമനുസരിച്ച് അനുകൂലമായിരിക്കുന്ന സമയമാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ അർജുനൻ ആ സമയം അങ്ങോട്ട് ഉപയോഗിച്ചു. അർജുനൻ കർണന്റെ വധത്തിന് റെഡിയായി. ആജ്ഞലീകം എന്ന ഏറ്റവും തീക്ഷ്ണമായിരിക്കുന്നൊരു ബാണം കയ്യിലെടുത്ത് അർജുനൻ എന്ത് ചെയ്തു? നല്ല രീതിയിൽ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മഹേന്ദ്രാസ്ത്ര വിദ്യയോടുകൂടി പ്രാർത്ഥിച്ച് ജപിച്ച് മന്ത്രിച്ച് അർജുനൻ കണ്ണുകളടച്ച് കർണന്റെ കഴുത്തിലേക്ക് അങ്ങോട്ട് വെച്ചു. അത് ലക്ഷ്യം പിഴയ്ക്കാതെ കർണന്റെ കഴുത്ത് മുറിച്ച് ശിരസിൽ നിന്ന് വേർപെടുത്തി. പാണ്ഡവ സൈന്യം മുഴുവൻ ആർത്ത് വിളിച്ച് വാദ്യഘോഷങ്ങൾ മുഴക്കി. മുമ്പൊരിക്കലും ഉണ്ടാവാത്ത അത്രയും ഗംഭീരമായൊരു പ്രകടനമാണ് അവിടെ നടന്നത്. കാരണം അർജുനൻ വിടില്ല എന്നുള്ളത് ഉറപ്പിച്ച കാര്യമായിരുന്നു. അതിന് കൃഷ്ണൻ സമയമൊരുക്കി കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ സമയത്ത് തന്നെ ഭീമസേനൻ നോക്കുമ്പം കർണന്റെ വധം നടന്നിരിക്കുന്നത്, കർണന്റെ വധം നടന്ന് കർണൻ മരിച്ചിരിക്കുന്നു. സന്തോഷം കൊണ്ട് ഭീമൻ കിടന്ന് തുള്ളിച്ചാടുകയാണ്. പലരും അർജുനനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ചുറ്റും അങ്ങോട്ട് കൂടി. കൗരവ സൈന്യം മുഴുവൻ ദുഃഖം സഹിക്കാൻ പറ്റാതെ അങ്ങും ഇങ്ങും ചിന്നി ചെതറി ഓടി
കൗരവ സൈന്യത്തിന്റെ കരച്ചിൽ കേട്ടിരിക്കാൻ പറ്റില്ല. ശല്യർ എന്ത് ചെയ്ത് കൗരവ പടയുടെ ഭാഗം മുഴുവൻ ശ്മശാനം പോലെ ആയത് കണ്ടപ്പോഴേക്കും ശല്യർ തേരുവിട്ടിട്ട് ഒരൊറ്റ ഓട്ടം ഓടിക്കുക. ശല്യർ അവിടെ നിന്നില്ല. ശല്യർ ഓടി രക്ഷപ്പെട്ടു. ശിരസ് പോയി താഴെ വീണ കർണന്റെ ശരീരത്തിൽ നിന്ന് തേജസ്സുള്ള ഒരു നല്ലൊരു വെളിച്ചം, ഒരു പ്രകാശം നേരെ ആകാശത്തേക്ക് അങ്ങ് പൊങ്ങി സൂര്യനിൽ പോയി ലയിച്ച് അവിടെ ഉണ്ടായിരിക്കുന്ന യോദ്ധാക്കൾ മുഴുവൻ അത് കണ്ടങ്ങ് ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കർണൻ ശിരസ് പോയപ്പോഴേക്കും എല്ലാവരും ഓടി ഒളിച്ചുപോയി. അവിടെ എവിടെയും നിന്നില്ല, എല്ലായിടത്തേക്കും ഓടി ഒളിച്ചു. ശല്യര് തേരും കൊണ്ട് കർണവധമോർത്ത് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്ന ദുര്യോധനന്റെ അടുത്തേക്കാണ് തേരും കൊണ്ട് ഓടിയത്. അവിടെ ചെന്ന് കൗരവ രാജാവിനോട് പറഞ്ഞ്, മഹാരാജാവേ, ഇതുപോലൊരു യുദ്ധം ഞാൻ കണ്ടിട്ടേയില്ല. അത്ര ഭയങ്കരമായിരുന്നു കർണാർജുന യുദ്ധം എന്ന് പറയുന്നത്. എങ്കിലും ദൈവം നമ്മുടെ ഭാഗത്തായിരുന്നു മഹാരാജാവേ. ഈശ്വരൻ പാർത്ഥനെ രക്ഷിച്ചു. എന്ത് ചെയ്യാം? ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാര്യസിദ്ധി എല്ലാം ദൈവത്തിലല്ലേ. അല്ലാതെ നിയതമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കർണം പോയി മഹാരാജാവേ എന്ന് പറഞ്ഞു. ശല്യന്റെ വാക്കുകളെല്ലാം കൂടി കേട്ടപ്പോഴേക്കും ദുര്യോധനന്റെ ദുഷ്പ്രവർത്തികളും എല്ലാം കൂടി ആലോചിച്ചിട്ട് ദുര്യോധനൻ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഈ ശല്യൻ എന്താ പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ദുര്യോധനൻ ഭീമനെ കൊന്നേ അടങ്ങൂന്നും പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ കുറച്ച് സൈന്യങ്ങളെയും കൂട്ടി വീണ്ടും വന്ന് ഭീമനെയും അവരെ എല്ലാം കൊല്ലുകയും എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ സൈന്യങ്ങളെയും കൂട്ടി വന്നപ്പോഴേക്ക് ഭീമൻ ഇങ്ങനെ ഗതയും ചുറ്റി നിൽക്കണം. ഭീമൻ പറഞ്ഞു, ദുര്യോധന എന്ന് വിളിച്ചതും ദുര്യോധനന്റെ കൂടെയുള്ള സൈന്യങ്ങളെല്ലാം ഓടിപ്പോയപ്പോഴേക്കും എങ്ങനെയെങ്കിലും മദ്രരാജാവ് വന്നിട്ട് ഒരു വിധത്തിൽ ദുര്യോധനനോട് പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കേണ്ട, പോവാം, ഇനി ഇവിടെ നിൽക്കേണ്ട, പ്രശ്നമാണ്, തിരിഞ്ഞു നോക്ക്, കൂടെ ആരും ഇല്ല എന്ന് പറഞ്ഞ് ദുര്യോധനൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും സൈന്യങ്ങളൊന്നും ഇല്ല. അത് കണ്ടപ്പം ദുര്യോധനൻ മെല്ലെ മദ്രരാജാവിൻ്റെ കൂടെ പോയി. കാരണം സൈന്യങ്ങളൊക്കെ നേരത്തെ ഓടിപ്പോയി. സുയോധനൻ എന്ത് ചെയ്ത് അവശേഷിച്ച സൈന്യങ്ങളോടും കൂടി കർണ 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 എന്നും പറഞ്ഞ് കരഞ്ഞ് നേരെ പോയി. അപ്പോഴേക്കും അന്നത്തെ യുദ്ധം കഴിഞ്ഞു. കൃഷ്ണാർജുനന്മാരെന്ത് ചെയ്ത് ധർമ്മപുത്രൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നേരെ ചെന്നിട്ട് കൃഷ്ണനും അർജുനനും പറഞ്ഞു, കർണനെ കൊന്നു. കർണൻ പോയി നേരെ സൂര്യനിലേക്ക് പോയി ലയിച്ചു. സന്തുഷ്ടനായിരിക്കുന്ന രാജാവ് ധർമ്മപുത്രർ എന്ത് ചെയ്ത് 2 പേരെ അങ്ങ് ഹൃദയത്തോടെ ചേർത്ത് പിടിച്ചു. ആരെ? കൃഷ്ണനെയും അർജുനനെയും. അവരോടുകൂടി പോയിട്ട് കർണന്റെ ആ തലയില്ലാത്ത ശരീരം എനിക്കൊന്ന് കാണണം എന്ന് ആര് പറഞ്ഞു? ധർമ്മപുത്രർ പറഞ്ഞു. അങ്ങനെ ചെന്ന് കാണും ചെയ്തു. അദ്ദേഹത്തിന് ഭയങ്കരം സന്തോഷമായി. ധർമ്മപുത്രർ നോക്കുമ്പോൾ കർണന്റെ ശരീരം അങ്ങോട്ട് കിടക്കുകയാണ് തലയില്ലാതെ. ആരെ ഭയപ്പെട്ടിട്ടാണോ ഞാൻ ഇത്രയും ഉറങ്ങാതിരുന്നത്? ആ അജയനായ ശത്രു ഹതനായിരിക്കുന്നു അർജുന, അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങ് ധർമ്മപുത്രർ അർജുനനെ അങ്ങ് ചേർത്ത് അങ്ങ് കെട്ടി അങ്ങോട്ട് പിടിച്ചു. പുത്രനായിരിക്കുന്ന കർണന്റെ ചോരയിൽ മുഴുകിയ ശരീരം ലോകത്തിന് ജീവദാതാവായിരിക്കുന്ന സൂര്യഭഗവാൻ സ്വന്തം കരങ്ങൾ കൊണ്ടങ്ങ് തലോടിയെടുത്തു. സൂര്യഭഗവാൻ വന്ന് നോക്കുമ്പോൾ സ്വന്തം മകനായിരിക്കുന്ന കർണൻ, അവൻ്റെ ശരീരം അങ്ങ് തലയില്ലാതെ കിടക്കുകയാണ്. ആ ലോകത്തിന് തന്നെ ജീവൻ നൽകുന്ന സൂര്യഭഗവാൻ എന്ത് ചെയ്തു? സ്വന്തം കൈകൾ കൊണ്ട് തലോടിക്കൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ സ്വന്തം മകൻ്റെ എന്താ പറയുക പുത്രൻ്റെ ശരീരം അങ്ങ് എടുത്തിട്ട് നേരെ പുല കുളിക്കാൻ വേണ്ടി സമുദ്രത്തിലേക്ക് അങ്ങ് ഇറങ്ങി സൂര്യഭഗവാൻ. നേരെ സൂര്യഭഗവാൻ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയി. വൃഢോരസ്കം കമലനയനം തപ്തഹേമാവസഭാസം കർണം ദൃഷ്ടാഭുവി നിബദ്ധിതിം പാർത്ഥാബാണവിദത്പദം പാസുംഗസ്തം മലിനമസ്കൃതത് പുത്രമനീക്ഷമാണോ മന്ദം മന്ദം വ്രജതി സവിതാമന്ദിരം മന്ദരശ്മി. വിടർന്ന മാറോടുകൂടിയ താമരക്കണ്ണുകളുള്ള ഉരുക്കിയ സ്വർണ്ണ നിറത്തോടു കൂടിയ കർണൻ പാർത്ഥന്റെ ശരങ്ങൾ കൊണ്ട് പീഡിതനായി ശിരസ് പോയി ഭൂമിയിൽ വീണു. പൊടി പുരണ്ട് കിടക്കുന്ന സ്വന്തം മകനെ എന്തു ചെയ്തു? സൂര്യഭഗവാൻ രശ്മികൾ കൊണ്ട്
ചുരുക്കി 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 സൂര്യഭഗവാൻ ഇങ്ങനെ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയി. അങ്ങനെ സൂര്യഭഗവാൻ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയപ്പോഴത്തേക്കും എന്തായി? പുല കുളിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യഭഗവാൻ സമുദ്രത്തിലേക്ക് താഴ്ന്നു പോയത്. മനസ്സിലായില്ലേ? അങ്ങനെ സൂര്യഭഗവാൻ താഴ്ന്നു പോയപ്പോഴേക്കും എന്തായി? സ്വന്തം മന്ദിരത്തിലേക്ക് സൂര്യഭഗവാൻ പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു കർണൻ്റെ വധം അവിടെ നടന്ന സന്തോഷത്തിൽ ധർമ്മപുത്രർക്ക് ഭയങ്കര ആശ്വാസം. എന്നാൽ ദുര്യോധനൻ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന്? മഹാഭാരതം എന്നാൽ സത്യമുള്ള, ഏറ്റവും വലിയ സത്യമുള്ള, ധർമ്മമുള്ള ഒന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ മഹാഭാരതത്തിലെ കർണപർവം കഴിഞ്ഞു. ആ 2 മിനിറ്റ് കൊണ്ട് 11 മണി രാത്രി. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ, ഇനി എനിക്ക് കിടക്കാൻ സമയമില്ല. 2 മണിക്കൂറേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് എനിക്ക് ക്ലാസ്സിൻ്റെ അഭിപ്രായം പറയും. വെറും 2 മിനിറ്റ് കൊണ്ട്. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941. സൂപ്പർ. ബിജി പ്രഭു പറയുന്നു അതിഗംഭീരം, ധർമ്മം മാത്രമേ ജയിക്കൂ. താങ്ക് യു രേഖ മാതാജി. നാടകം കണ്ടു തീർന്നതുപോലെ. താങ്ക് യു സോ മച്ച്. എല്ലാം പുഷ്പാമേ ഹരേ കൃഷ്ണ. താങ്ക് യു സുജു. എല്ലാം കിച്ചൂട്ടൻ്റെ അനുഗ്രഹമാണ്. കിച്ചൂട്ടൻ തന്നെയാണ് നമ്മൾക്ക് ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു അഞ്ജു മാതാജി. തീർച്ചയായിട്ടും രഞ്ജിത്ത് പ്രഭു, ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. നല്ല അഭിപ്രായങ്ങൾ നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിച്ചതിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇങ്ങനെ ആസ്വദിക്കാൻ നമുക്കൊരു നല്ലൊരു മനസ്സ് അല്ലേ, നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി, സമയമെല്ലാം തന്നതിന് കിച്ചൂട്ടൻ്റെ തൃപ്പാദങ്ങളിൽ, ശ്രീമതി രാധാറാണിയുടെ തൃപ്പാദങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുകയാണ് ഈ സമയം. അതായത് 2 മണിക്കൂർ പോയത് അറിഞ്ഞതേ ഇല്ല. എന്ന് എനിക്കൊന്ന് 9 മണി, 9, 10, 11, 2 മണിക്കൂറായി നമ്മൾ കഥ കേട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു രാജലക്ഷ്മി അമ്മ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അതിൻ്റെ പേരല്ലേ. താങ്ക് യു രഞ്ജിത്ത് പ്രഭു. സിനിമ കണ്ടതുപോലെ തോന്നിയത്. ആഹാ, ഹരേ കൃഷ്ണ. അപ്പോൾ ബാക്കി എല്ലാവരും എനിക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. നമുക്ക് നാളെ കാണാം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാഭവനപുരേഷൻ കി ജയ്. പുഷ്പമേ താങ്ക് യു, ഗംഭീരം എന്ന് പറഞ്ഞതിലൊക്കെ. ബീന മാതാജി. ഇനി നമുക്ക് നാളെ വീണ്ടും ശല്യരുടെ പർവ്വവുമായിട്ട് വരാം. ശല്യരുടെ പർവ്വമായിട്ട് വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹരേ കൃഷ്ണ.